എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ശിവരാത്രി, ഗുരുപൂർണിമ, മഹാനവമി, 3 വിശേഷങ്ങളാണ് ശ്രീവിദ്യ ഉപാസകരെ സംബന്ധിച്ച് ഉള്ളത്. അപ്പൊ ഇതിലെ ശിവരാത്രി എന്ന് പറയുമ്പോൾ ശിവൻ എന്ന് പറയുന്ന ദേവി തന്നെ ശിവനാണ്. നമുക്ക് ശിവതത്വങ്ങൾ കുറെ എത്ര പ്രാവശ്യം കേട്ടെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുന്നത് വളരെ പുണ്യമാണ്. അപ്പൊ നമ്മള് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ വളരെ പഴയ ഒരു ആരാധനയാണ് ശൈവാരാധന എന്ന് പറയുന്നത്. ഭാരതത്തിലെ 6 വിധം ആരാധന 6 വിധം ഉണ്ടെങ്കിലും യുഗയുഗാന്തരങ്ങളായിട്ടും അതിനപ്പുറവും ശിവാരാധന ഹിന്ദുവിന്റെ ഒരു പ്രാണനാഡി തന്നെയാണ്. അന്നും ഇന്നും ശിവാരാധനയുടെ മഹത്വം പലർക്കും അറിയില്ല. എല്ലാ ആരാധനയും ഒന്നിലാണ് എത്തിച്ചേരുന്നത്, ഒരു തത്വത്തില്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് എന്താ പറയാ, ശിവൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രൈമോഡിയൽ പവർ എന്ന് പറയും, ഏറ്റവും മൂലപ്രകൃതി. ദേവി തന്നെ അതിൽ നിന്നാണ് വരുന്നത്. മോഹൻജദാരോ ഹാരപ്പ അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് പശുപതിയുടെയും ദേവിയുടെയും അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശിവശക്തി ആരാധന അത് ജീവിതത്തിന്റെ ഭാഗമാണ്. സൃഷ്ടി സ്ഥിതി സംഹാരമാണ് ത്രിമൂർത്തി സങ്കല്പം. ഇതിൽ സംഹാരം എന്ന് പറയുന്ന സംഹാര കർത്താവാണ് ശിവൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് എന്താ പറയാ, രുദ്രൻ എന്നുള്ള ഭാവത്തിലാണ് സംഹാരം ചെയ്യുന്നത്. അപ്പൊ സംഹാരകനെ ആരാധിക്കുന്ന എന്തിനാണെന്ന് നമുക്കൊരു ചോദ്യം വരും അല്ലെ. ഇതിന്റെ എല്ലാം തത്വം അറിയേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് സംഹാരം എന്താണ്. സംഹാരം എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ അതിന്റെ കാരകനാണ് ശിവൻ. ഇപ്പൊ ഇതിന്റെ ഒരു തത്വം എന്ന് വെച്ചാൽ ബാഹ്യമായിട്ട് യോഗശാസ്ത്രപരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് യോഗശാസ്ത്രപരമായിട്ട് പറയേണ്ട കാര്യമാണ്. ഇപ്പൊ ശിവസങ്കല്പത്തെ നിഷേധിക്കാനായിട്ട് വേറെ സങ്കല്പത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല. യോഗശാസ്ത്രപരമായിട്ട് ശരീരത്തിലെ നട്ടെല്ല് എന്ന് പറയുന്ന സുഷുമ്ന നാഡിയില് 6 ആധാരങ്ങളില് മൂലാധാരം ഗണപതി, സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ജനനേന്ദ്രിയത്തിന് പുറകിലെ ബ്രഹ്മാവ്, മണിപൂരകം വിഷ്ണു, അനാഹതം രുദ്രൻ, വിശുദ്ധി ഈശ്വരൻ, ആജ്ഞ സദാശിവൻ. അങ്ങനെ മണിപൂരക ചക്രത്തിന് മുകളില് എല്ലാം തന്നെ ശിവതത്വങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഭർതൃഹരി എന്ന് പറയുന്ന അദ്ദേഹം ശിവഭക്തനായിരുന്നു. അദ്ദേഹം പറയുന്നു ജഗത്തിന്റെ അടിസ്ഥാനം പരമശിവനാണ്. അപ്പൊ ഭാരതത്തിന്റെ തന്നെ തെക്കു ഭാഗത്ത് രാമേശ്വരം, അവിടെ ശിവനാണ്. കാശിയിലെ വിശ്വനാഥനായിട്ട് ശിവനാണ്. വടക്കു ഭാഗത്ത് കൈലാസത്ത് ശിവനാണ്. ഇങ്ങനെ പ്രാചീന തീർത്ഥക്ഷേത്രങ്ങള് നോക്കിക്കഴിഞ്ഞാല് ഭാരതത്തിലെ ശിവൻ തന്നെയാണ് നമ്മളെ ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധ്യ ദേവത എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഈ ശിവൻ തമോ ഗുണം എന്ന് പറയാറുണ്ട്. ഇത് ചില പ്രാചീന തീർത്ഥക്ഷേത്രങ്ങളും അവിടെയും ശിവൻ തന്നെയാണ് പ്രതിഷ്ഠ. അവിടെയാണ് നമ്മള് പിതൃതർപ്പണങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ തമോ ഗുണം എന്ന് പറയുന്നത്? വിഷ്ണു ആണെങ്കിലോ സദാ യോഗനിദ്രയിലാണ്, ശിവനാണെങ്കിൽ സദാ സമാധിസ്ഥനാണ്. അപ്പൊ ശരീരം വെള്ള നിറത്തില് സത്വനിറമാണ് ശിവന്റെ ശരീരം നോക്കുകയാണെങ്കിൽ. അപ്പൊ ഈ സംഹാരം വരുമ്പോൾ മാത്രമാണ് ശിവന്റെ തമോ ഗുണം കാണിക്കുന്നത്. അപ്പൊ പഞ്ചകൃത്യ പരായണയായിരിക്കുന്ന ദേവി അത് ശരിക്കും രുദ്രനാണ്. തമോ ഗുണം എന്ന് പറയുന്നത് ബ്രഹ്മാവ് തന്റെ സൃഷ്ടിയിലെ സഹായിക്കാൻ ആദ്യം സനകൻ, സനന്ദൻ, സനാതൻ, സനത് കുമാരൻ, ഇങ്ങനെ സനത് സുജാതൻ, ഇങ്ങനെ തന്റെ എന്താ പറയാ മാനസ സൃഷ്ടിയിൽ വന്ന മക്കളെ ഉണ്ടാക്കിയെന്നും അതിൽ നിന്ന് അവരെ സൃഷ്ടിച്ചു. അവരെല്ലാം പ്രവൃത്തി മാർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാണ് അവരെ ഉണ്ടാക്കിയത്. പക്ഷെ അവര് ജനിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രവൃത്തി മാർഗം വേണ്ട, നിവൃത്തി മാർഗം മതി എന്ന് പറഞ്ഞ് അവര് എന്താ പറയാ തപസ്സിന് പോവുകയാണ്. ശിവന്റെ ദക്ഷിണാമൂർത്തി സ്വരൂപത്തിൽ നമ്മളത് കണ്ടു. അപ്പൊ നമ്മള് പ്രവൃത്തി മാർഗത്തിൽ പോയി പ്രജാപതികളായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ സൃഷ്ടി നടക്കുള്ളൂ. അപ്പോ ദുഃഖിച്ച് കോപിഷ്ഠനായിരുന്ന ബ്രഹ്മാവിന്റെ മുമ്പില് ശരിക്കും പറഞ്ഞാല് ഉണ്ടായ ആളാണ് രുദ്രൻ എന്ന് പറയുന്നത്. ബ്രഹ്മാവ് വളരെയധികം വിഷമത്തിലായി. താൻ ഉണ്ടാക്കിയ തന്റെ മക്കളെല്ലാം തന്നെ എങ്ങനെ സൃഷ്ടി നടക്കും, എല്ലാവരും പോയി തപസ് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ വിഷമിച്ച് നിൽക്കുന്ന ബ്രഹ്മാവിന്റെ മുമ്പില് രുദ്രൻ ആവിർഭവിച്ചു എന്ന് കഥ. അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, തനിക്ക് ഇനി എന്താണ് വേണ്ടത് എന്ന് ബ്രഹ്മാവിനോട് ഗർജിച്ചുകൊണ്ട് ചോദിച്ചു എന്നാണ് രുദ്രൻ. അപ്പം രുദം രാവീതി ഇത് രുദ്രൻ എന്നാണ്. ഈ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ, നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവൻ, ശമിപ്പിക്കുന്നവൻ രുദ്രൻ. അപ്പൊ രുദ്രനെ കുറിച്ചാണ് നമ്മളെ ശതരുദ്രീയത്തിലെ നമസ്തേ രുദ്രമന്യവേ എന്ന് കീർത്തിക്കുന്നത്.
രുദ്രൻ സൃഷ്ടി നടത്തിയെന്നാണ്. അപ്പൊ ഭൂതങ്ങളെയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അത് കണ്ട ബ്രഹ്മാവ് രുദ്രനോട് തപസ്സിന് പോകാൻ പറഞ്ഞു എന്നും ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന് ജനിച്ച സദാശിവനോ പരമശിവനോ ഈശ്വരനോ അല്ല, രുദ്രനാണ്. അപ്പൊ രുദ്രൻ സംഹാരമാണ് ചെയ്യുന്നത്. ശിവനാണെങ്കിൽ സദാ തപസ്സിലാണ്. അപ്പൊ അതിനെപ്പറ്റി കാളിദാസൻ കുമാരസംഭവത്തിൽ പറയുന്നുണ്ട്, എല്ലാ തപസ്സിന്റെയും ഫലം കൊടുക്കുന്നത് ശിവനാണ്. ആ ശിവൻ എന്തിനാണ് തപസ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ചോദ്യം വരാം, ഇല്ലേ? അത് ഉഗ്രരൂപത്തിലാണ്. അതായത് ആ ഒരു പ്രപഞ്ച ബോധമില്ലാതെയാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഉഗ്ര തപസ് എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളെ ധരിച്ച് കാതില് രുദ്രാക്ഷം തൂക്കി കഴുത്തില് നീല ശോഭയോടുകൂടി മാൻതോൽ ധരിച്ച് പത്മാസനത്തില് ശാംഭവി രൂപത്തില് ശ്വാസത്തെ നിയന്ത്രിച്ച് സദാ അർത്ഥ നിംലിതമായിട്ടുള്ള മിഴികളുമായിട്ടാണ് അദ്ദേഹം തപസ് അനുഷ്ഠിക്കുന്നത്. അദ്ദേഹം കൈലാസമാകുന്ന മഞ്ഞുമലയിലാണ് ഇരിക്കുന്നത്. തപസ് എന്ന് പറയുമ്പോൾ തന്നെ ചൂടാണ്. അപ്പൊ ഈ ചൂടുള്ള ശരീരത്തിന് തണുപ്പ് കിട്ടാനാണ് അദ്ദേഹം ഈ പറഞ്ഞ മഞ്ഞുമല, അതാണ് കൈലാസം. അപ്പോ ഈ പറഞ്ഞ തിരകൾ ഒഴിഞ്ഞ സമുദ്രം പോലെ വളരെ ശാന്തമായിട്ട് തന്റെ പഞ്ചപ്രാണനുകളെ നിയന്ത്രിച്ചുകൊണ്ട് കാറ്റില്ലാതിരിക്കുന്ന ഭൂമിയില് ഊർധ്വമായിട്ട് ഇളകാതെ കത്തുന്ന ദീപം പോലെ മഴ പെയ്യാതെ നിൽക്കുന്ന ആകാശം പോലെ നിശ്ചലമായിട്ടുള്ള ഒരു തപസ്സാണ് ശിവന്റേത്. അപ്പൊ ഈ പഞ്ചപ്രാണനുകളെ നിയന്ത്രിച്ചാൽ മാത്രമേ കുണ്ടലിനി ഉത്ഥാപനം ചെയ്യുള്ളൂ. അപ്പൊ ഈ പഞ്ചപ്രാണനെ നിയന്ത്രിച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് ഈ ശാംഭവി മുദ്രയില്. അപ്പോ ആ ഒരു തീ കത്തണമെങ്കിൽ എന്ത് വേണം? കാറ്റ് വേണം, ഇല്ലേ? അപ്പൊ കാറ്റില്ലാതിരുന്നാലേ ഈ കത്തിച്ച വിളക്ക് അണയാതിരിക്കുള്ളൂ. അപ്പോ ശരിക്കും പറഞ്ഞാല് കാറ്റ് തീക്ക് മിത്രവുമാണ് ശത്രുവുമാണ്. അപ്പൊ കാട്ടുതീക്ക് വിളക്ക് കെടുത്തുന്ന പോലെ വിളക്ക് കെടുത്തുന്നത് കാറ്റ് തന്നെയാണ്. അപ്പൊ നമ്മുടെ മിത്രം തന്നെ നമുക്ക് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ, നമുക്ക് പ്രഭാവമായിട്ടില്ലെങ്കിൽ ശത്രുവായിട്ട് തീരും. പരമശിവൻ ശരിക്കും പറഞ്ഞ താമസ സ്വരൂപിയല്ല, സാത്വിക രൂപമാണ്. സംഹാരം ചെയ്യുന്നത് കൽപ്പാന്ത കാലത്താണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സമാഹരിച്ച് അതിലെ ഭസ്മം ധരിച്ചിരിക്കുന്ന ശിവൻ. അപ്പൊ ഈ ഭസ്മം എന്ന് പറഞ്ഞത് എന്തൊക്കെ ഉണ്ടാക്കിയോ അതെല്ലാം ഇല്ലാതായി കഴിഞ്ഞിട്ടുള്ള ചാരം. അപ്പൊ അതിനെയാണ് ആ സംഹരിച്ച ഭസ്മമാണ് ശരീരത്തിൽ ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് താണ്ഡവ നൃത്തം ചെയ്യണം. ശിവൻ നൃത്തപ്രിയനാണ്. താണ്ഡവം, അതായത് ഈ താണ്ഡവത്തിന് സാക്ഷി ദേവി മാത്രമാണ്, മഹാതാണ്ഡവ സാക്ഷിണി. അപ്പൊ എന്താണ് താണ്ഡവം? അതിന് നമ്മൾ സയൻസ് അറിയണം. ശരിക്കും പറഞ്ഞാല് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും സൂക്ഷ്മം മുതൽ സൂക്ഷ്മതമം വരെയുള്ള എല്ലാ കണികകളും, അതായത് അറ്റോമിക് പാർട്ടിക്കിൾസ് സ്പന്ദിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പരമാണു എന്ന് പറയുന്നത്. അപ്പൊ ദൈവഗണം വരെ ഇന്ന് ശാസ്ത്രം എത്തി നിൽക്കുകയാണ്. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്ന് പറയുന്ന ആണ് ആറ്റം. അതിൽ ന്യൂട്രോണും പ്രോട്ടോണും ചേർന്ന ന്യൂക്ലിയസ് ഇതിന് ചുറ്റും സദാ ചലിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇലക്ട്രോൺസ് ആണ് ഒരു ആറ്റം. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ വിന്യാസം, അതായത് ആണവ സംഖ്യയിലുള്ള വ്യത്യാസമാണ് ഈ ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങളും. അതായത് ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ, അങ്ങനെ ഒരു ആണവ സംഖ്യയിൽ വ്യത്യാസം ഓക്സിജൻ, ഇല്ലെങ്കിൽ നൈട്രജൻ, ഇങ്ങനെയൊക്കെ വരുന്നത് ഈ ആണവ സംഖ്യയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഈ ഓരോ ആറ്റോമിക് പാർട്ടിക്കിളും സ്പന്ദനത്തെയാണ് കാണിക്കുന്നത്. സ്പന്ദനം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക രീതിയിലുള്ള താളം, അതായത് ഋതം എന്നൊക്കെ പറയും. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ അന്തസത്തയാകുന്ന ചലനം. എപ്പോഴാണോ പ്രപഞ്ചം ഉണ്ടായത് ഈ അന്ന് മുതൽ നമ്മള് ചലനത്തിനാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ചലനത്തെ ബേസ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് അർത്ഥം. ഇപ്പൊ കൗള സമ്പ്രദായത്തിലെ ശ്രീചക്ര പൂജ ചെയ്യുമ്പോൾ ശ്രീചക്രത്തെ ഒരു മഹാനഗരമായിട്ടാണ് കാണുന്നത്. നഗരം എന്ന് പറഞ്ഞാൽ എന്താ? ചലനാത്മകമാണ്, അല്ലെ? ഗ്രാമം താരതമ്യേന നിശ്ചലമാണ്. അപ്പൊ ഈ ഒരു ശ്രീവിദ്യ മഹാനഗരത്തിലെ രാജ്ഞിയായിട്ടിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി, സദാ ചലിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെയാണ് നമ്മൾ ശിവന്റെ നടനമായിട്ട് കാണുന്നത്. അപ്പോ ഈ മലബാർ മേഖലയില് തെയ്യം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സദാ ചലിച്ചു കൊണ്ടിരിക്കുന്ന ചലനം എന്ന് പറയുമ്പോൾ താണ്ഡവം, ശിവതാണ്ഡവം എന്നൊക്കെ പറയും. താണ്ഡവം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാല് നാട്യശാസ്ത്രത്തിന്റെ പിതാവ് ശിവനാണ്. അപ്പൊ ബ്രഹ്മാവിനെയും ശിവനെയും നമസ്കരിച്ചു കൊണ്ടാണ് ശരിക്കും പറഞ്ഞ നാട്യശാസ്ത്രം തുടങ്ങുന്നത് തന്നെ. ബ്രഹ്മാവാണ് എല്ലാ കലകളുടെയും ഉപജ്ഞാതാവ്. ശിവതാണ്ഡവും ലാസ്യവും ചേർന്നതാണ് ഈ താളം എന്ന് പറയുന്നത്. ശിവന്റെ ഈ പറഞ്ഞ ശിവതാണ്ഡവും ദേവിയുടെ ലാസ്യവും ചേർന്നതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ചിന്താമണി ഗൃഹത്തില് കാമേശ്വരികൾ
കാമേശ്വര കാമേശ്വരികളെ ചിതഗ്നികുണ്ഡത്തിൽ നിത്യ ഹോതാക്കളാണെന്ന് പറയാൻ കാരണം എന്താ? ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ഈ എന്താ പറയാ ഈ കൂട്ടായ്മയാണ്, ഈ താളമാണ്. ശിവതാണ്ഡവ സമയത്ത് ഉടുപ്പ് കൊട്ടിക്കൊണ്ട് ആണ് ശിവൻ ചെയ്യുന്നത്. അപ്പൊ വ്യാകരണം ഉണ്ടായത്, പാണിനിയുടെ വ്യാകരണം ഉണ്ടായത് ഈ ഒരു ഉടുക്കിൽ നിന്നാണ്, ഈ നാദത്തിൽ നിന്നാണെന്ന് പറയുന്നു. അപ്പൊ ഈ ശബ്ദം എന്നത് ജ്യോതിസാണ്, ശബ്ദം എനർജിയാണ്. ഇതില്ലെങ്കിൽ 3 ലോകങ്ങളിലും തമസായിരിക്കും. അപ്പോ ദണ്ഡി എന്ന് പറയുന്നു എന്താ പറയുക, ഈ ഒരു സ്ഫോടന സിദ്ധാന്തം. ഭർതൃഹരി പ്രപഞ്ചോത്പത്തി ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയുന്നു. അപ്പൊ സനകാദികള് ഈ ശബ്ദത്തിന്റെ ഉദയം അറിയാനായിട്ടാണ് തപസ് ചെയ്തത്. അവർ കണ്ടെത്തിയതോ ശിവന്റെ നൃത്താവസാനം 14 പ്രാവശ്യം ഉടുക്ക് കൊട്ടിയിൽ നിന്നാണ് ശരിക്കും സംസ്കൃത ഭാഷ ഉണ്ടായതെന്നാണ്. അപ്പൊ ഈ ലിപികളെല്ലാം ഉണ്ടായത് ഭാഷയിൽ നിന്നാണ്. സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. 14 ശിവസൂത്രങ്ങൾ ഉണ്ടായി എന്നും അതിൽ നിന്ന് പാണിനീയം ഉണ്ടായി എന്നും പറയപ്പെടുന്നു. ഇത് ശബ്ദശാസ്ത്രം കൂടെയാണ്. പ്രപഞ്ച എല്ലാ ശബ്ദങ്ങളും, ഓരോ ജീവികളുടെ ശബ്ദങ്ങളും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ എല്ലാം ഒരു സംഗീതാത്മകമാണെന്ന് കാണാം. അപ്പൊ ഈ സംഗീത ശാസ്ത്രം ഉണ്ടായത്, അതായത് ഷഡ്ജം, ഋഷഭം എല്ലാം ഈ ഒരു ജീവികളുടെ ശബ്ദത്തിൽ നിന്നാണെന്ന് പറയുന്നു. ഈ സംഗീത ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ എന്താ? ഈ പറയുന്ന നാദത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ സിംഹശബ്ദം പഠിക്കാൻ പാണിനി സിംഹത്തിന്റെ ഗുഹയിൽ പോയെന്നും പാണിനിയെ സിംഹം ഭക്ഷിച്ചു എന്ന് നമുക്ക് കഥ അറിയാം. അപ്പൊ ഈ ശ്രുതിയും താളവും ഒത്തുചേർന്നാലേ ശ്രോത്ര സുഖം നൽകൂ എന്ന് പറയാറുണ്ട്. ശ്രുതി പാട്ടിന്റെയും താളം നൃത്തത്തിന്റെയും. അപ്പൊ ഈ നൃത്തവും സംഗീതവും ഉണ്ടായത് ശിവനിൽ നിന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞ ആത്മീയമായിട്ട് അറിവുണ്ടാകുന്നത് എന്താണ്? പ്രപഞ്ച സൃഷ്ടി എവിടെ നിന്നാണ് ഉണ്ടായത്? അപ്പൊ പ്രപഞ്ച സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതെല്ലാം ചെയ്യുന്നത് ശിവശക്തികളാണ്. ഇതാണ് നമ്മൾ ആ ഒരു അറിയേണ്ടുന്ന കാര്യം. ശരിക്കും സൃഷ്ടിയും സംഹാരവും മാത്രമേ ഉള്ളൂ. സൃഷ്ടി ബ്രഹ്മാവ്, അത് ഭൂതകാലമാണ്. സ്ഥിതി വിഷ്ണു എന്ന് പറയുന്നത് ഒരു നിമിഷം മാത്രമാണ്. അപ്പൊ ഞാൻ എന്നുള്ള അക്ഷരം, അത് ശരിക്കും പറഞ്ഞാൽ അതിപ്പോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതെല്ലാം പാസ്റ്റ് ആയി കഴിഞ്ഞു അല്ലേ? അത് ഭൂതകാലമായി. അപ്പൊ അത് ശരിക്കും വർത്തമാന കാലം എന്നൊന്നില്ല. നമ്മൾ ജീവിക്കുന്നത് പാസ്റ്റിന്റെയും ഫ്യൂച്ചറിന്റെയും ഒരു നിമിഷം മാത്രമേ, ഒരു നൊടിയുടെ മാത്രമാണ് പ്രസന്റ് എന്ന് പറയുന്നത്. വളരെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ഓരോ ദിവസവും 24 മണിക്കൂറിലൂടെ കടന്നു പോകുന്നു. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അതെല്ലാം പാസ്റ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോഴാണ് പ്രസന്റ് ജീവിക്കുന്നത്? ഉടനെ തന്നെ അത് ഫ്യൂച്ചർ, ഭൂതകാലം വന്നു ചേർന്നു. അപ്പൊ ഈ ഭാവി കാലം വന്നു ചേർന്നു. അപ്പൊ ഈ ഭാവി കാലത്തിന്റെയും ഭൂതകാലത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു നിമിഷമാണ് പ്രസന്റ് അല്ലെങ്കിൽ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ ആ ഒരു അക്ഷരം, നമ്മൾ എന്നുള്ള ഒരു അക്ഷരം പറഞ്ഞു കഴിയുമ്പോൾ അത് ഭൂതകാലമായിട്ട് ഇരിക്കും. അപ്പൊ വർത്തമാനകാലം ഇല്ല എന്ന് തന്നെ പറയാം. ഇതെല്ലാം ഒരു ഒഴുക്കാണ്. അപ്പൊ ഭാവി എന്നതോ നമുക്കെന്താ? ശരിക്കും പറഞ്ഞാൽ എല്ലാം ശിവശക്തികളുടെ ഒരു ലീലയാണ്. നമ്മുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എന്തുണ്ടോ അത് ശിവം, അത് മംഗളമായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ശിവലിംഗം എന്നത് നമ്മളെ ഏറ്റവും ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു ആർക്കിടെക്ചറൽ ഫോം ആണ്. അപ്പൊ നാഗസന്യാസികള് ശിവഭക്തരാണ്. അപ്പൊ ബുദ്ധിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ ബുദ്ധിയെ ശിവബോധം എന്നാ പറയുന്നത്. അവര് ശൈവമതമാണ് പിന്തുടരുന്നത്. ഈ ബുദ്ധി കൊണ്ട് അവരുടെ എല്ലാം തന്നെ ഇന്നർ ഉപാസനകളാണ്, അന്തരംഗ ഉപാസനകളാണ്. അവര് മനസ്സല്ല ഉപയോഗിക്കുന്നത്, അവരുടെ ബുദ്ധി, മേധാശക്തിയൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോ നമ്മള് എന്താ പറയാ, ഈ ഒരു ഈശ്വരൻ എന്നുള്ള സങ്കല്പം നമുക്ക്, നമ്മുടെ ശിവൻ എന്ന് പറയുന്നതാണ് ശരിക്കും ഈശ്വര സങ്കല്പം. ശിവം മംഗളമായത് എന്നാണ് അതിന്റെ ശരിക്കും പറഞ്ഞ അർത്ഥം. ഇപ്പൊ കാശിയില് ഗംഗയിൽ കുളിച്ച് മണികർണിക ഘട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ ശ്മശാനം കാണാറുണ്ട്. അവിടെ ശ്മശാന ധൂമമേറ്റ് മാത്രമേ നമുക്ക് ക്ഷേത്രത്തിൽ എത്തുവാൻ സാധിക്കുള്ളൂ. 24 മണിക്കൂറും അവിടെ എന്താ പറയാ ആ ശവം ദഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പൊ അവിടെ ശിവലിംഗങ്ങള് ശ്മശാന ഭസ്മം കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകം എന്താണെന്ന് ചോദിച്ചാല് ശ്മശാന ഭസ്മം തന്നെയാണ്.
കാരണം പ്രപഞ്ചത്തിന്റെ നശ്വരത, ശരീരത്തിന്റെ നശ്വരത, യഥാർത്ഥമായിട്ട് എന്താണ് ഈ ശരീരത്തിൽ, ഈ നശ്വരമായ പ്രപഞ്ചത്തിലെ അനശ്വരമായിരിക്കുന്ന ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, അത് ശിവനാണ്, അത് മംഗളകരമായിട്ടുള്ള ജീവാത്മാവാണെന്ന് കാണിച്ചു തരുന്ന ശ്മശാനത്തിൽ ചൂടുള്ള ഭസ്മം എടുത്തിട്ടാ അദ്ദേഹത്തിന് അഭിഷേകം ചെയ്യുന്നത്. അപ്പോ ഈ നിഷാദനും നിഷാദിയും വലിയ ശിവഭക്തന്മാരായിരുന്നുവെന്നും ഈ ഒരു നിഷാദൻ ശ്മശാന ഭസ്മം കൊണ്ടാണ് ശിവൻ അഭിഷേകം ചെയ്തു. ഒരു ദിവസം അത് കിട്ടാത്തോണ്ട് ദുഃഖിതനായ നിഷാദന്റെ ഭാര്യ ചിത കൂട്ടി അതിൽ ചാടി മരിക്കാൻ പോയി. അപ്പൊ ശിവൻ പ്രത്യക്ഷമാവുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് ശിവപുരാണം പറയുന്നുണ്ട്. അപ്പോ ഈ മറ്റു മതങ്ങളുടെ ആരാധന ആലയങ്ങളെല്ലാം തന്നെ ശ്മശാനത്തിലാണ്. നമുക്ക് ഈ പറഞ്ഞ ഒരു AR രാജരാജവർമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ വളരെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ, അദ്ദേഹം മരണത്തിൽ പങ്കെടുക്കുവാൻ പോയ കുമാരനാശൻ അവിടെ വെച്ചാണ് പ്രരോദനം എന്നൊരു കാവ്യം എഴുതുന്നത്. ഒരു ആധ്യാത്മിക പഠനശാലയാണ് ശ്മശാനം എന്ന് പറയുന്നു. അപ്പൊ രാജാവും ഭിക്ഷക്കാരനും എല്ലാവരും ഒരുപോലെ ഉറങ്ങുന്ന, ഒരു പിടി ഭസ്മമായിട്ട് തീരുന്ന സ്ഥലമാണ് ശരിക്കും ശ്മശാനം. അതാണ് ആത്മവിദ്യാലയമേ എന്ന് പാടുന്നത്. ഈ ഭൂമിയില് ആത്മാവിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏക വിദ്യാലയമേ ഉള്ളൂ. പക്ഷെ അവിടെ പോയവർക്ക് അത് കാണാൻ പറ്റുമോ? മരിച്ചു കഴിഞ്ഞല്ലേ ശ്മശാനത്തിൽ പോകുന്നത്. അപ്പൊ അവരുടെ കൂടെ പോകുന്ന വ്യക്തികൾക്ക് നാളെ നീ ചെന്ന് ചേരേണ്ട സ്ഥലം ഇതാണോ എന്ന് കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് ആത്മവിദ്യാലയം. അവിടെ സ്ഥാന വലിപ്പമോ വംശമോ ധനമോടികളോ ധാടികളോ ഈ മാനവ ഗർവമോ ഇഷ്ടന്മാരോ ബന്ധുക്കളോ ഒന്നുമില്ല. എല്ലാം അവിടെ അവസാനിക്കുകയാണ്. അവസാന യാത്രയാണ് ശ്മശാനം. അപ്പൊ എല്ലാം എന്ത് ചെയ്തു? അഗ്നിയോഗം യോഗത്തിൽ സംഭവിക്കുക. അഗ്നിയോഗം എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അഗ്നിയോട് ചേരുമ്പോ എന്തായി തീരും? ഭസ്മമായിട്ട് തീരും. അപ്പൊ തനിക്കൊരു മരണം ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത് ഇവിടെയാണ്. പക്ഷെ അതിന് എന്താ പറയാ, മായ മറച്ചു കളയണു. യക്ഷപ്രശ്നത്തില് യക്ഷൻ ധർമ്മപുത്രരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന്. അപ്പൊ ധർമ്മപുത്രര് പറഞ്ഞു, ലോകത്ത് ധാരാളം മരണങ്ങൾ നടക്കണു, നാളെ എനിക്കത് വരുമെന്ന് ആരും ചിന്തിക്കുന്നില്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനാണ് നമ്മൾ ഭസ്മലേപനം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഭസ്മം അഭിഷേകം ചെയ്യുന്നത്? ശിവൻ എന്തുകൊണ്ട് ശിവൻ സംഹാരമാണ്. ശിവൻ എന്താ പറയാ, നശിപ്പിക്കുന്ന ആളല്ല, ട്രാൻസ്ഫോർമേഷൻ. അത് എന്താ പറയാ, ശിവൻ കാണിച്ചു തരികയാണ് തന്റെ ശരീരത്തിൽ. ഈ ശരീരം നിങ്ങൾ കാണുന്ന ശിവന്റെ ഒരു ശരീരം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു എന്താ പറയാ, ഒരു വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് സ്ഫടികം പോലെയുള്ള ശിവലിംഗം പോലെ ആ ഒരു ശരീരമാണ് ശിവന്റേത്. അതിൽ ഭസ്മം പൂശിയായിരിക്കുന്നത്. കാരണം നിങ്ങൾ ഈ കാണപ്പെടുന്നതെല്ലാം തന്നെ നാളെ എല്ലാത്തിനും എന്തൊക്കെ വന്നോ ഇവിടെ നിലനിന്നോ അതിനെല്ലാം ഒരു അവസാനമുണ്ടെന്ന് കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. എന്താ അവിടെ നമുക്ക് വിസമ്മതങ്ങളോ സാക്ഷ്യപത്രങ്ങളോ ഒന്നുമില്ല. എപ്പോഴാണോ വിളിക്കുന്നത് അപ്പൊ നമ്മൾ പോണം. പിന്നെന്താ ആ യാത്ര എന്താണ്? ഈ ഒരു ജന്മത്തില് ഈ ഒരു ശരീരവുമായിട്ട് ബന്ധപ്പെട്ടവരോട് എല്ലാം കണക്കുകൾ പറഞ്ഞ് കണക്ക് തീർത്ത് പോവുകയാണ്. ഒരിക്കലും തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. എന്തൊക്കെയാണ് പിടിച്ചു വെച്ചിരുന്നത് കരത്തില്? എന്തൊക്കെ സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു, കുറെ പണങ്ങള്, കുറെ ദുഃഖസുഖങ്ങള്, ഇതെല്ലാം വെച്ചിരുന്നു. എല്ലാം കരത്തിലുള്ളതൊക്കെ എവിടെ ത്യജിക്കണം? ഈ പ്രപഞ്ചത്തില്, പ്രപഞ്ചമാകുന്ന അതിർത്തി ഈ വായുമണ്ഡലത്തിൽ ത്യജിച്ചിട്ട് നീ അതിനപ്പുറം പോണം. ഈ ജഗത്തെയും ത്യജിക്കണം, ജഡത്തെയും ത്യജിക്കണം. അപ്പൊ നമുക്ക് എന്താ കൊണ്ടുപോകാനുള്ളത്? നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു എന്താ പറയാ പാപങ്ങളെ ത്യജിച്ചുകൊണ്ട് പുണ്യമായിട്ടൊരു ജീവിതം, സത്കർമ്മങ്ങള്, സദ്ഫലങ്ങള്, അനുഗ്രഹങ്ങൾ, ഇത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാതെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ഇട്ടിട്ട് പോയിട്ട് വീണ്ടും ജന്മം എടുത്തു വരുമ്പോൾ അതെല്ലാം നമുക്ക് തന്നെ തിരിച്ച് കറക്റ്റായിട്ട് വന്ന് ചേരും. അപ്പോ ഈ ഭസ്മലേപനം ചെയ്യുമ്പോൾ ഈ ഒരു നശ്വരമായിട്ടുള്ള ശരീരത്തെ ഓർത്തിട്ട് വേണം ഇതിനകത്ത് ഇടാൻ. ഭസ്മലേപനം നെറ്റി, ലലാട ഭാഗം, കൈലാസം, അവിടെയാണ് നമ്മൾ ഭസ്മം പൂശുന്നത്. ഇപ്പൊ മമത്വമില്ലാതെ ധർമാധർമ്മം പാലിച്ച് ജീവിക്കണം. ആ തത്വമാണ് ഭസ്മലേപനം നമുക്ക് കാണിച്ചു തരുന്നത്. സോ ശരീരം ആ ഒരു വെന്ത് വെണ്ണീറായിട്ട് വേണം എന്ന്, വെണ്ണീറാണ് നമ്മുടെ ശരീരം, വെണ്ണീറാണ്, 68 ഗ്രാം ചാരമാണെന്ന് ചിന്തിച്ചിട്ട് വേണം ഈ ശരീരത്തിൽ ഭസ്മം ഇടാൻ. അതാണ് ശരിക്കും പറഞ്ഞാല് ആ ശിവനെ സ്മരിക്കുക എന്ന് പറയുന്നത്. കാരണം ഈ വെന്ത് വെണ്ണീറാകുന്ന ശരീരത്തിനുള്ളില് എനിക്ക് ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള മംഗളകരമായിട്ടൊരു വസ്തുവുണ്ട്, അതാണ് ഭഗവാൻ. ആ ശിവനെ അറിയണമെങ്കിൽ ശരീരബോധത്തെ നമ്മൾ വിട്ടുപോകണം എന്നുള്ള ഒരു സത്യത്തെ കാണിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ വെട്ടിപ്പിടിച്ചതും തട്ടിയെടുത്തതും കെട്ടിപ്പടുത്തതും ഇവിടെ ഉപേക്ഷിച്ചു പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഡെമോക്ലസിന്റെ വാളെന്ന് പറയുന്നത്. അദ്ദേഹം രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ തലയുടെ മുകളിൽ മൂർച്ചയുള്ള ഒരു വാള് സദാ തൂക്കിയിടുമായിരുന്നു. കാരണം എന്താ? അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അതിനെ കാണും. എന്നിട്ട് എപ്പോ വേണമെങ്കിലും ഇത് പൊട്ടി തന്റെ തലയിൽ വീഴും, മരണം സംഭവിക്കാവുന്ന സത്യത്തെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം എങ്കിലേ ധാർമ്മികമായിട്ടൊരു ജീവിതം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മരണമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ, ഞാൻ എന്താ എവർ പ്രൊവൈഡിങ് ആണ്, എന്നും ജീവിച്ചിരിക്കുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് അധർമ്മവും കാണിച്ച് എന്തും പിടിച്ചു പറിച്ച് ബാക്കിയുള്ളവരെ ദ്രോഹിച്ച് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി, പ്രത്യേകിച്ച് രാജാക്കന്മാർക്ക്. ഇദ്ദേഹമോ ഒരു വാള് തന്നെ. അതുകൊണ്ടാണ് ഡെമോക്ലസിന്റെ വാളിന് ഇത്രയും പ്രാധാന്യം. അതൊരു പ്രോവർബായിട്ട് മാറാൻ കാരണം മരണം എപ്പോഴും വേണമെങ്കിലും എനിക്ക് സംഭവിക്കാം. അതുകൊണ്ട് ധാർമ്മികമായിട്ടൊരു ജീവിതം എനിക്ക് വേണം. ആ ഒരു ധർമ്മത്തെ നിലനിർത്തി പോണം എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ അത് എപ്പോഴും നോക്കിയിട്ടാണ് തന്റെ കൃത്യനിർവഹണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഗ്രീസിലെ രാജാവിന് ഒരു പരിചാരകൻ ഉണ്ടായിരുന്നുവെന്നും അയാളുടെ ഏക ജോലി രാവിലെ രാജാവിനോട് പറയണം, രാജാവേ അങ്ങേക്ക് മരണമുണ്ട്. ഇദ്ദേഹത്തിന് സാധാരണ രാജാക്കന്മാർക്ക് ആരാ സ്തുതി പാഠകരാണ് എപ്പോഴും ഉണ്ടാവുക. ഇദ്ദേഹത്തിന് എന്നും രാവിലെ ഇദ്ദേഹം പറയും, രാജാവേ നിങ്ങൾക്ക് ഇന്നാണോ നാളെയാണോ അറിയില്ല, 7 ദിവസത്തിൽ എന്നായാലും മരണമുണ്ട്, ഇതൊന്നും ശാശ്വതമല്ല എന്ന്. ഇങ്ങനെയാണ് രാജാക്കന്മാര് പണ്ട് ഭരിച്ചിരുന്നത്. അത്രയും എന്താ പറയാ, ശരീരത്തിനെ വളരെ എന്താ പറയാ ഇത്രയും വലിയൊരു വിലയുള്ള സാധനമായിട്ട് അവർ കണ്ടിരുന്നില്ല. ധാർമ്മികമായിട്ടൊരു ജീവിതം അതാണ് വേണ്ടതെന്നുള്ളത് ശരിക്കും അറിയായിരുന്നു. അപ്പോ ശിവൻ ശ്മശാനവാസിയാണ്. ശാശ്വതമായ സത്യത്തെ സൂചിപ്പിക്കാൻ അദ്ദേഹം ശ്മശാനത്തിൽ വസിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ അഗ്നിയായിട്ട് കാറ്റായിട്ട് തമോമയ രൂപിയായിട്ടുള്ള ആ ഒരു മൃത്യുവായിട്ട് വരുന്നു. അത് വന്ന വഴിക്ക് പോകുന്നു. എന്താ? കാണാത്ത സ്വർണ്ണ ചിറകുകൾ വീശി. അപ്പോ ഈ ഒരു മൃത്യുവാണ് സത്യം, മരണമാണ് സത്യം. ഇത് ഒരു ഡ്രീമാണ്, നമ്മുടെ ഒരു ചെറിയ ഒരു സ്വപ്നം. ഒരു ജനിക്കുമ്പോ മുതല് 100 വയസ്സ് വരെ എന്ന് വെക്കൂ, അതുവരെയുള്ള ഒരു സ്വപ്നത്താണ് ഈ ശരീരം. ഈ ശരീരത്തിലിരിക്കുന്ന കാലം, നമ്മൾ ചെലവഴിക്കുന്ന സുഹൃത്തുക്കള്, നമ്മൾ ചെലവഴിക്കുന്ന നിമിഷങ്ങള്, നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഏതോ സ്വപ്നത്തിൽ നല്ല ഡീപ്പ് സ്ലീപ്പിൽ കണ്ട ഒരു സ്വപ്നം. ഒരു ദിവസം ഈ ശരീരത്തിൽ നിന്ന് അത് നമ്മൾ ഉണരുമ്പോ മനസ്സിലാക്കും ഇതെല്ലാം വെറും സ്വപ്നമായിരുന്നു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള സത്യത്തെ അറിയും. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞ ശിവലിംഗ തത്വം എന്ന് പറയുന്നത്. എന്താണ് ശിവലിംഗ തത്വം? എല്ലാ ദേവന്മാർക്കും സ്വരൂപ വിഗ്രഹങ്ങളുണ്ട്, ശിവന് വിഗ്രഹം ഇല്ല. എന്താ വിഗ്രഹം ഇല്ലാത്ത? ശിവലിംഗത്തിലെ കണ്ണും മൂക്കൊക്കെ വെക്കുന്നു, അതുപോലും പാടില്ല. ശിവലിംഗം പ്യുവറായിട്ടിരിക്കണം. ശിവലിംഗത്തിന് അങ്കി പോലും ധരിപ്പിക്കാൻ പാടില്ല. പക്ഷെ ക്ഷേത്ര ഭാരവാഹികൾ ഇപ്പോ ശിവന് കണ്ണും മൂക്കും ഒക്കെ വെക്കുക. ശരിക്കും പറഞ്ഞാൽ ശിവലിംഗം ലിംഗ്യതേ, ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്നർത്ഥം. അപ്പോ ഈ ലിംഗ്യതേ ഇത് ലിംഗം, അതിൽ നിന്നാണ് നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊക്കെ പറഞ്ഞാല് കുട്ടി ജനിച്ചാല് അടയാളം, ഈശ്വരൻ തരുന്ന അടയാളമാണ് സ്ത്രീലിംഗം പുല്ലിംഗം. അപ്പൊ ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശിവന് വിഗ്രഹം പാടില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന പ്യുവർ, ആ ശുദ്ധമായിരിക്കുന്ന ചൈതന്യം, ആ ഒരു കോൺഷ്യസ്നസ് നമുക്കറിയാം. അവയർനെസ് ആൻഡ് ഇൻട്രൻസിക്, ഇൻഹറന്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കോൺഷ്യസ്നെസ് ആണ് ശിവൻ. ശിവൻ എവിടെയാ വിഗ്രഹം ഉണ്ടാവുക? ഒരിക്കലും ശിവന് വിഗ്രഹം ഇല്ല. ശിവൻ ലിംഗരൂപമാണെന്നാണ് പറയുന്നത്. കാരണം സ്വരൂപത്തിന് രൂപമില്ലാത്ത ആരാധനയില്, കാരണം ഈ ബാഹ്യപ്രപഞ്ചം നശ്വരമാണ്. നാമരൂപങ്ങള് ഈ പറയുന്ന ടൈം ആൻഡ് സ്പേസിൽ വന്നു പോകുന്ന കുറച്ച് പ്രകടനങ്ങൾ മാത്രമാണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്ന എന്താ നമ്മൾ മാനായിട്ടും മീനായിട്ടും മനുഷ്യരായിട്ടും ഒക്കെ കാണുന്ന നാമരൂപങ്ങള്, സചേതനങ്ങളും അചേതനങ്ങളും, ഇതെല്ലാം എന്താണ്? ഇവിടെ ഈ പറയുന്ന വെളുത്ത സ്ക്രീനിൽ പൊങ്ങി വരുന്ന കുറെ മായാജാലം. ഇതിനകത്തൊരു മായാവി ഉണ്ടാക്കുന്ന വെറും ജാലം. അപ്പൊ നമ്മൾ ഈ എന്താ പറയുക സഗുണമായിട്ട് ആരാധിക്കുന്നതെല്ലാം തന്നെ എന്താ വന്നു പോകുന്നതാണ്. പക്ഷെ ശിവനാകട്ടെ നിർഗുണ പരബ്രഹ്മമാണ്, രൂപമില്ലാതെ. കാരണം ശിവനെ അറിയണമെങ്കിൽ, ശിവത്വത്തെ അറിയണമെങ്കിൽ നമ്മുടെ ആത്മാവിന് രൂപമുണ്ടോ? ഇല്ല. ഒരു ആത്മാവിന് നമുക്ക് രൂപം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ആത്മചൈതന്യമായിരിക്കുന്ന ശിവതത്വം, അപ്പൊ അതിന് രൂപമില്ല. അപ്പൊ എന്താ കാണിക്കുന്നത്? നമ്മള് എപ്പോഴും സഗുണാത്മികയായിരിക്കുന്ന സഗുണ ബ്രഹ്മത്തെ ആരാധിക്കുമ്പോൾ ഒരു സമയത്ത് നമ്മള് ബഹിരംഗ സാധനയിൽ നിന്ന് അന്തരംഗ സാധനയിലോട്ട് വരണം. നാമരൂപങ്ങളിൽ പിടിച്ചു നിൽക്കരുത്. കാരണം ശരീരം പോകുമ്പോൾ നാമരൂപങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഉള്ളിലിരിക്കണ, അതുകൊണ്ടാണ് ജ്യോതിയെ കണ്ട് ആരാധിക്കൂ. നമ്മുടെ ഉള്ളില്
ആ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു എന്താ പറയാ നമ്മുടെ ആത്മജ്യോതി. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ മന്ത്രസാധനയിലൊക്കെ ഈ ജ്യോതിയെ കാണാൻ പറയുന്നത്. അപ്പൊ ശിവന് ശരിക്കും പറഞ്ഞാൽ ലിംഗരൂപമാണ്. സ്വരൂപത്തിൽ നിന്നും രൂപം നമ്മൾ ഈ പറഞ്ഞ നിരാധാരം നിർഗുണ പരബ്രഹ്മത്തിലേക്ക് നമ്മുടെ ആരാധന കൊണ്ടുപോകണം. കാരണം നമ്മുടെ ശരീരം വെടിയുമ്പോൾ നമ്മൾ അതിലാണ് പോയി ചേരുന്നത്. കാരണം ഈശ്വര തത്വം എന്നും അരൂപമാണ്. ഈശ്വരന് രൂപമില്ല. ഏത് രീതിയിലും മുഹമ്മദിയനായാലും ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും അവൻ ആരാധിക്കുന്ന രൂപം നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ വാസനയ്ക്ക് അനുസരിച്ചാണ് ഈശ്വരനെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് രൂപമില്ലാത്ത അരൂപമായിരിക്കുന്ന ശക്തി, നിർമ്മലം, നിർവികാരം, നിഷ്കളം, നിർവികൽപ്പം, ഇതൊക്കെയാണ് ശിവതത്വം. അപ്പൊ ഈ ശിവലിംഗം അതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ലിംഗം എന്നാൽ അടയാളം. ഇതിന് വേറൊരു കഥ തിരുവണ്ണാമലയില് ഈ പറഞ്ഞ എന്താ പറയാ പറയാറുണ്ട്. അതായത് വിഷ്ണു താഴോട്ടും ബ്രഹ്മാവ് മുകളിലേക്കും പോയി എന്നും കോടി വർഷങ്ങൾ സഞ്ചരിച്ചിട്ട് രണ്ടുപേർക്കും കണ്ടെത്താൻ പറ്റിയില്ല. ശിവന്റെ ആദിയും അന്തവും കണ്ടെത്താൻ പറ്റില്ല. രണ്ടുപേരും തിരിച്ചു വന്നു. ബ്രഹ്മാവ് പറഞ്ഞു കൈതപ്പൂവിന്റെ ജടയിൽ നിന്ന്, കൈതപ്പൂ ശിവന്റെ ജടയിൽ നിന്ന് വീണതാണ്, ശിവന്റെ തലമുടി കണ്ടെന്നൊക്കെ കള്ളം പറഞ്ഞു. വിഷ്ണു ആകട്ടെ കണ്ടില്ല എന്ന് സത്യം പറഞ്ഞു. അപ്പൊ ശിവൻ പ്രത്യക്ഷനായി എന്നും ബ്രഹ്മാവിനെ ശപിച്ചു എന്നും ആരും ബ്രഹ്മാവിനെ പൂജിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞ കള്ളം പറഞ്ഞത് കൊണ്ട് ഈ കേതകിപ്പൂ, കൈതപ്പൂവിനെ നമ്മൾ പൂജയ്ക്ക് എടുക്കാറില്ല. മാത്രമല്ല ബ്രഹ്മാവിന്റെ ഒരു തല നുള്ളിയെടുക്കുകയും ചെയ്തു ശിവൻ. അപ്പൊ അങ്ങനെ വിഷ്ണു സദാ പൂജിക്കപ്പെട്ടുവെന്നും ബ്രഹ്മാവ് അന്ന് മുതൽ പൂജിക്കപ്പെടാതായി എന്നൊക്കെ നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ ശിവന്റെ ബ്രഹ്മഹത്യ പാപം തീർക്കാനാണ് കപാലം കയ്യിലേന്തി ശിവൻ ഭിക്ഷാടനം നടത്തിയെന്നൊരു കഥ. അതാണ് കാശിയിലെ അന്നപൂർണേശ്വരി. അവിടെ നിന്ന് ഭിക്ഷ സ്വീകരിച്ചപ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ ഈ ബ്രഹ്മഹത്യ പാപം, അദ്ദേഹത്തിന് പാപമോചനം കിട്ടിയുള്ളൂ എന്ന് കഥ. അപ്പൊ അങ്ങനെ സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ പറഞ്ഞ ലിംഗത്തിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ലിം എന്ന് പറഞ്ഞാൽ ലീയത, അസ്മിൻ സർവം, ഗം എന്ന് പറഞ്ഞാൽ ഗമ്യത. അപ്പൊ ലീയത എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വസ്തുക്കളും എവിടെയാണോ ലീനമാകുന്നത്. പിന്നെ എപ്പോഴും ഈ പ്രപഞ്ചത്തിലെ എല്ലാ നാശങ്ങൾ പ്രളയം കഴിഞ്ഞിട്ട് എന്തിൽ നിന്നാണോ പുറത്തു വരുന്നത്, അതാണ് ഗമ്യത. അപ്പൊ ലീയതേ അസ്മിൻ സർവം, ഗമ്യതേ ഇതി സർവം. അപ്പൊ എവിടെയാണോ എല്ലാം ലയനമാകുന്നത്, എവിടെ നിന്നാണോ എല്ലാം പുറപ്പെട്ടു വരുന്നത്, അതാണ് ലിംഗം, അതാണ് ആ അടയാളം, അതാണ് ശിവൻ. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത് ഈ ഒരു പരശിവ തത്വമാണ്. അപ്പൊ എല്ലാ ലയിക്കുന്നത്, ഈ പറഞ്ഞ എന്താ പറയാ എല്ലാം ലയിക്കുന്നതും എല്ലാം പുറപ്പെട്ടു വരുന്നതും ഈ ശിവതത്വം തന്നെ. അതിനെയാണ് നമ്മൾ വേദത്തിൽ പറയുന്നത് യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ജീവന്തി അഭിസംവിശന്തി. ഇത് ബ്രഹ്മേതി തദ് ബ്രഹ്മേതി. ഇതാണ് എവിടെ നിന്നാണോ എല്ലാം വന്നത്, എവിടെയാണോ നിലനിൽക്കുന്നത്, എവിടെയാണോ തിരിച്ചു ലയിക്കുന്നത്, അതാണ് പരബ്രഹ്മതത്വം, അതാണ് ശിവലിംഗം. അപ്പൊ എങ്ങനെയാണ് ഈ ശിവലിംഗത്തിന്റെ നിർമ്മാണം? ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിലിണ്ടറിക്കൽ ആകൃതിയാണ് ശിവലിംഗം. ആദ്യം 4 കോണോട് കൂടിയ ഒരു ചതുരശ്രം. നമ്മൾ കാണുന്നത് മുകളിലോട്ട് ഒരു സിലിണ്ടർ പോലെയുള്ള ഭാഗമാണ് ശിവലിംഗത്തെ നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല, ശിവലിംഗം പൂർണ്ണമായിരിക്കുന്ന ഒരു പ്രപഞ്ചത്തെയാണ് കാണിക്കുന്നത്. അതിന്റെ ആ ഒരു സിലിണ്ടറിക്കൽ ആകൃതിയിൽ താഴെ 4 കോണോട് കൂടിയ ഒരു ചതുരം, അതാണ് പീഠം. അത് ഒരേ കല്ലിലാണ് ഉണ്ടാക്കുന്നത്, സെപ്പറേറ്റ് കല്ലിലല്ല. അപ്പൊ അതിന്റെ മുകൾ ഭാഗത്തിൽ ശരിക്കും പറഞ്ഞ അഷ്ടകോണാണ്, പിന്നെ ഒരു വൃത്താകാരം, പിന്നെ ഒരു ചതുരശ്രം. അവിടെയാണ് നമ്മൾ ബ്രഹ്മാവിനെ കാണുന്നത്. അഷ്ടകോൺ വിഷ്ണുവാണ്, മുകളിൽ കാണുന്ന ഭാഗമാണ് രുദ്രൻ. അപ്പൊ ഈ ശിവലിംഗം കാണിക്കുന്നത് ശിവനെ മാത്രമല്ല, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് 3ഉം ശിവലിംഗത്തിൽ കാണുന്നുണ്ട്. മറ്റ് ദേവന്മാരുടേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു പീഠം വച്ചിട്ട് അതിലൊരു വിഗ്രഹം വയ്ക്കുക ചെയ്യുന്നത്. പക്ഷെ ശിവലിംഗം അങ്ങനെയല്ല, പീഠം വച്ചിട്ട് ശിവലിംഗത്തിന്റെ വൃത്തത്തിന് തുല്യമായിട്ടുള്ള ഒരു സ്പേസിലോട്ട് അത് ഇറക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ സഗുണോപാസനയിൽ നിന്ന് നിർഗുണോപാസനയിലേക്കുള്ള ഒരു മാറ്റമാണ് ശിവലിംഗ ആരാധന. ഈ തത്വം പലർക്കും അറിയാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാല് ഈ ശിവലിംഗം തന്നെ ഒരു ഭഗവാന്റെ വേറൊരു എന്താ പറയാ ശിവന്റെ വേറൊരു രൂപമായിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് രൂപമല്ല, അതിലൊരു തത്വമാണ് ഇരിക്കുന്നത്. കാരണം ഈ 3 പേര് യോനി പീഠത്തിലാണ് ഇത് ഇറക്കി വെക്കുന്നത്. അപ്പൊ ദേവി ശക്തിയുടെയും കൂടെ പ്രഭാവം അവിടെ വരുന്നു. അപ്പോ ശിവനും ശക്തിയും ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരും ഇത്രയും ചേർന്നതാണ് ശിവലിംഗം. നമ്മൾ ഈ ദേവിയുടെ പൂജയ്ക്ക് ചിലയിടത്ത് കണ്ണാടി വെക്കാറുണ്ട്. അപ്പൊ ഈ തത്വത്തിൽ തന്നെയാണ്. കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനേയും പ്രതിബിംബിക്കുന്നത് കണ്ണാടി. അപ്പൊ ഈ കണ്ണാടി ഒരു
എന്താ പറയുക ഐക്കോൺ ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നമ്മൾ അതിന്റെ ഒരു പ്രതിച്ഛായ പോലെ വെക്കുന്നേ ഉള്ളൂ. അതല്ല, ദേവിക്ക് കണ്ണാടി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ നിന്റെ ഉള്ളത്, നീ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ പ്രതിഫലിക്കുന്ന എന്താണോ അത് തന്നെ ഞാൻ, നിന്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയാണ് ഞാൻ എന്നുള്ളതാണ്, ആ പ്രതീകമാണ്. അപ്പൊ ശിവലിംഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിലാണ് കുടികൊള്ളുന്നത് ശിവലിംഗം. അപ്പൊ നാദ ബിന്ദു മണിപീഠ മണ്ഡലം എന്നാ പറയുക. ശിവൻ എവിടെയായിരിക്കുന്നത്? നമ്മുടെ സഹസ്രാരത്തിൽ അല്ലെ. ആ സഹസ്രാരം എന്ന് പറയുന്ന സ്ഥലമാണ് നാദത്തിന്റെ പ്രഭവസ്ഥാനം. നാദം ബിന്ദു, അപ്പം മണി മണ്ഡലം, മണിപീഠ മണ്ഡലം എന്ന് പറയും അതിന്. അപ്പൊ നാദ ബിന്ദുവാത്മികമായിട്ടുള്ള സ്ഥലം. ദേവിയെ നമ്മള് നമോ നാദ ബിന്ദുവാത്മിക നാശഹീന എന്നൊക്കെ പറയാറുണ്ട്. ഈ നാദവും ബിന്ദുവും കൂടെ ചേരുന്ന സ്ഥലമാണ് നമ്മുടെ സഹസ്രാര പത്മം. അതുകൊണ്ടാണ് യോഗികൾ സമാധിയാകുന്നിടത്ത് ശിവലിംഗം സ്ഥാപിക്കുന്നത്. കാരണം ഇതൊരു സയൻസ് ആണ്. അനേക ജന്മങ്ങളില് നമ്മൾ സഗുണ ഉപാസനയ്ക്ക് ശേഷം അന്തർമുഖമായിട്ട് തന്റെ ഒറിജിനൽ സ്ഥലത്തേക്കുള്ള യാത്രയാണ് ശരിക്കും പറഞ്ഞ ശിവലിംഗ ആരാധന. അപ്പൊ തന്റെ ഹൃദയപത്മത്തിൽ കുടികൊള്ളുന്ന ശക്തിയില് മനസ്സിനെ ലയിപ്പിച്ച് മോക്ഷമാർഗത്തിലേക്കുള്ള യാത്ര. കാരണം തത്വം അറിഞ്ഞാൽ മാത്രമേ മോക്ഷത്തിന് നമുക്ക് സാധ്യതയുള്ളൂ. അല്ലാതെ നമ്മൾ എപ്പോഴും ബാഹ്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എവിടെയാ മോക്ഷം കിട്ടുക? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് എല്ലാ ആഗ്രഹങ്ങളെയും ക്ഷയിപ്പിച്ചിട്ട് അവസാനമായിട്ടുള്ള യഥാർത്ഥ തത്വത്തിൽ ഒടുങ്ങുക. അപ്പോ ഈ ഒരു ശിവൻ ഇതാണ് നമ്മുടെ ഒറിജിനൽ സ്ഥലത്തേക്കുള്ള യാത്രയാണ് ശിവലിംഗ ആരാധന. ഈ ശിവൻ തന്നെയാണ് ശിവ ദേവി, രണ്ടുപേരും ഒന്നാണ്. ആ ശിവൻ നിർഗുണനാണെങ്കിൽ ദേവി ശക്തി ചൈതന്യ സ്വരൂപിണിയാണ്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്. ഈ പറയുന്ന 3 ശിവലിംഗങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. അപ്പൊ തന്റെ ഹൃത്പത്മത്തിൽ കുടികൊള്ളുന്ന ശക്തിയില് മനസ്സ് ലയിപ്പിച്ച് മോക്ഷമാർഗത്തിലേക്കുള്ള യാത്ര ശിവരാത്രി ദിവസം തുടങ്ങിക്കൊള്ളണം. കാരണം ഏറ്റവും ഐശ്വര്യമുള്ള, നാളെ കർത്തവാവാണ്, വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പൊ ശരീരത്തിൽ നമുക്ക് ഈ 4 ശിവലിംഗങ്ങളെ ആരാധന ചെയ്യാം. ഒരു തലം കഴിഞ്ഞാൽ ബാഹ്യപൂജയുടെ ആവശ്യമില്ല. ഈ ശിവലിംഗത്തിന്റെ മുകളിൽ സദാ ഒരു കുടം ജലം വെച്ച് ധാര നടത്തണം നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? പാല്, പനിനീര്, എല്ലാ അഭിഷേകങ്ങളും, പാല്, പനിനീര്, പിന്നെ ഇളനീര്, ഇതൊക്കെ വെച്ച് ഭഗവാന് എപ്പോഴും അഭിഷേകം കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താണത്? എനർജി ആഡ് ചെയ്യുന്നതാണ്. കാരണം ശിവലിംഗം എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഒരു എല്ലായിടത്തോട്ടും ശക്തിയെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാവമാണ് ശിവലിംഗം. അപ്പൊ അതെപ്പോഴും ചൂടാണ്. ആ ചൂടിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കാനാണ് ഈ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ അഭിഷേകം, ജലം എന്ന് പറഞ്ഞാൽ എന്താ? എനർജിയാണ് അല്ലേ? ജലത്തിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ ഒരു പ്രാണൻ നിലനിർത്തുന്ന പോലെ ഈ ജീവതത്വം എന്ന് പറയുന്നത് ജലമാണ്. അപ്പൊ ഇതിങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് കാണാം, ഏത് ശിവലിംഗത്തിന്റെ മുകളിൽ നോക്കിയാലും നമുക്കൊരു എന്താ പറയാ ഈ ജലപാത്രം കാണാം. അതിലൂടെ തുള്ളി തുള്ളിയായിട്ട് ശിവലിംഗത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ ഒരു ഭൂതതത്വം, അതായത് ശിവൻ ജടയില് ഗംഗയെ ധരിച്ചിരിക്കുന്നു. അപ്പൊ 3-ാം തൃക്കണ്ണ്, ഭഗവാന്റെ 3-ാം കണ്ണ് അഗ്നിയാണ്. ഈ ചൂട് ശമിപ്പിക്കുവാനാണ് ഈ ജടാചൂടത്തില് ഗംഗയെ ധരിച്ചിരിക്കുന്നത്. ചന്ദ്രക്കല, സർപ്പങ്ങളെല്ലാം തന്നെ പ്രതീകാത്മകങ്ങളാണ്. ആ ശിവൻ ചിലപ്പോ നമ്മൾ ഭിക്ഷുവായിട്ട് കാണാം, കപാലിയായിട്ട് കാണാം, സമാധിസ്ഥനായിട്ട് കാണാം, താണ്ഡവ ശിവൻ ലാസ്യമാടുന്നു. ഇങ്ങനെ പല രൂപത്തില് പശുപതിയായിട്ട് ഈ പ്രത്യക്ഷപ്പെടുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞ പ്രദോഷമാണ്. പ്രത്യക്ഷേണ സകല ദോഷങ്ങളും മാറുന്ന ശിവതാണ്ഡവ സമയമാണ് ഇന്ന്. 6:15 തൊട്ട് മുമ്പുള്ള സമയം, 6:15 ശേഷം. അന്ന് ഈ ശിവനെ കുറിച്ച് കേൾക്കുകയും അദ്ദേഹത്തിന്റെ അവദാനങ്ങളെ കുറിച്ച് പാടുകയും ചെയ്യുന്നതിന് എന്താ? സർവമോക്ഷമാണ്, സർവ ജയം, സർവമോക്ഷം, സർവൈശ്വര്യം. ഇതൊക്കെയാണ് പ്രദോഷ വ്രത ഫലം പറയുന്നത്. ഇന്നിത് പറയാനും കേൾക്കാനും ഭഗവാൻ നമുക്ക് അനുഗ്രഹം തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ തത്വങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ശിവൻ എന്ന് പറയുന്ന ആളെ പൂജിക്കുന്നെങ്കിൽ അതെന്താ? ഈ ഒരു ജന്മത്തിൽ തന്നെ ഈ പഞ്ചദശാക്ഷരി മന്ത്രമെടുത്ത ശ്രീവിദ്യ ഉപാസകരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും മോക്ഷമാണ്. കാരണം തത്വം അറിഞ്ഞാൽ മാത്രമേ മോക്ഷത്തിന് നമുക്ക് സാധ്യതയുള്ളൂ. അല്ലാതെ നമ്മൾ എപ്പോഴും ബാഹ്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എവിടെയാ മോക്ഷം കിട്ടുക? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് എല്ലാ ആഗ്രഹങ്ങളെയും ക്ഷയിപ്പിച്ചിട്ട് അവസാനമായിട്ടുള്ള യഥാർത്ഥ തത്വത്തിൽ ഒടുങ്ങുക. അപ്പോ ഈ ഒരു ശിവൻ ഇതാണ് നമ്മുടെ ഒറിജിനൽ സ്ഥലത്തേക്കുള്ള യാത്രയാണ് ശിവലിംഗ ആരാധന. ഈ ശിവൻ തന്നെയാണ് ശിവ ദേവി, രണ്ടുപേരും ഒന്നാണ്. ആ ശിവൻ നിർഗുണനാണെങ്കിൽ ദേവി ശക്തി ചൈതന്യ സ്വരൂപിണിയാണ്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്. ഈ പറയുന്ന 3 ശിവലിംഗങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. അപ്പൊ തന്റെ ഹൃത്പത്മത്തിൽ കുടികൊള്ളുന്ന ശക്തിയില് മനസ്സ് ലയിപ്പിച്ച് മോക്ഷമാർഗത്തിലേക്കുള്ള യാത്ര ശിവരാത്രി ദിവസം തുടങ്ങിക്കൊള്ളണം. കാരണം ഏറ്റവും ഐശ്വര്യമുള്ള, നാളെ കർത്തവാവാണ്,
വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പൊ ശരീരത്തിൽ നമുക്ക് ഈ 4 ശിവലിംഗങ്ങളെ ആരാധന ചെയ്യാം. ഒരു തലം കഴിഞ്ഞാൽ ബാഹ്യപൂജയുടെ ആവശ്യമില്ല. ഈ ശിവലിംഗത്തിന്റെ മുകളിൽ സദാ ഒരു കുടം ജലം വെച്ച് ധാര നടത്തണം നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? പാല്, പനിനീര്, എല്ലാ അഭിഷേകങ്ങളും, പാല്, പനിനീര്, പിന്നെ ഇളനീര്, ഇതൊക്കെ വെച്ച് ഭഗവാന് എപ്പോഴും അഭിഷേകം കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താണത്? എനർജി ആഡ് ചെയ്യുന്നതാണ്. കാരണം ശിവലിംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എല്ലായിടത്തോട്ടും ശക്തിയെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാവമാണ് ശിവലിംഗം. അപ്പൊ അതെപ്പോഴും ചൂടാണ്. ആ ചൂടിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കാനാണ് ഈ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ അഭിഷേകം, ജലം എന്ന് പറഞ്ഞാൽ എന്താ? എനർജിയാണ് ഇല്ലേ? ജലത്തിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ ഒരു പ്രാണൻ നിലനിർത്തുന്ന പോലെ ഈ ജീവതത്വം എന്ന് പറയുന്നത് ജലമാണ്. അപ്പൊ ഇതിങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് കാണാം, ഏത് ശിവലിംഗത്തിന്റെ മുകളിൽ നോക്കിയാലും നമുക്കൊരു എന്താ പറയാ, ഈ ജലപാത്രം കാണാം. അതിലൂടെ തുള്ളി തുള്ളിയായിട്ട് ശിവലിംഗത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ ഒരു ഭൂതതത്വം, അതായത് ശിവൻ ജടയില് ഗംഗയെ ധരിച്ചിരിക്കുന്നു. അപ്പൊ മൂന്നാം തൃക്കണ്ണ്, ഭഗവാന്റെ മൂന്നാം കണ്ണ് അഗ്നിയാണ്. ഈ ചൂട് ശമിപ്പിക്കുവാനാണ് ഈ ജടാചൂടത്തില് ഗംഗയെ ധരിച്ചിരിക്കുന്നത്. ചന്ദ്രക്കല, സർപ്പങ്ങളെല്ലാം തന്നെ പ്രതീകാത്മകങ്ങളാണ്. ആ ശിവൻ ചിലപ്പോ നമ്മൾ ഭിക്ഷുവായിട്ട് കാണാം, കപാലിയായിട്ട് കാണാം, സമാധിസ്ഥനായിട്ട് കാണാം, താണ്ഡവ ശിവൻ ലാസ്യമാടുന്നു. ഇങ്ങനെ പല രൂപത്തിൽ പശുപതിയായിട്ട് ഈ പ്രത്യക്ഷപ്പെടുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞ പ്രദോഷമാണ്. പ്രത്യക്ഷേണ സകല ദോഷങ്ങളും മാറുന്ന ശിവതാണ്ഡവ സമയമാണ് ഇന്ന്. 6:15 തൊട്ട് മുമ്പുള്ള സമയം, 6:15 ശേഷം. അന്ന് ഈ ശിവനെ കുറിച്ച് കേൾക്കുകയും അദ്ദേഹത്തിന്റെ അവദാനങ്ങളെ കുറിച്ച് പാടുകയും ചെയ്യുന്നതിന് എന്താ? സർവമോക്ഷമാണ്. സർവ ജയം, സർവമോക്ഷം, സർവൈശ്വര്യം, ഇതൊക്കെയാണ് പ്രദോഷ വ്രത ഫലം പറയുന്നത്. ഇന്നിത് പറയാനും കേൾക്കാനും ഭഗവാൻ നമുക്ക് അനുഗ്രഹം തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ശിവന്റെ എല്ലാ കാര്യങ്ങളും കേൾക്കാമെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പുണ്യം കിട്ടട്ടെ. അപ്പൊ ഈ പല രൂപത്തില് പശുപതി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാരണം താണ്ഡവം എന്ന് പറയുന്നത് സൃഷ്ടപ്രപഞ്ചം. അതുപോലെ തന്നെ ലയിപ്പിക്കുന്നതിനും ശിവൻ താണ്ഡവം ചെയ്യും. ശിവപാർവതി എന്ന് പറയുന്ന ലാസ്യ നടനാണ്. അത് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി. അപ്പം താണ്ഡവം ലയിപ്പിക്കാന്, ഈ ലാസ്യം എന്തിനാണ്? സൃഷ്ടിക്ക് വേണ്ടി. അപ്പോ ഈ അറ്റോമിക് റിയാക്ടേഴ്സ് എല്ലാം തന്നെ ശിവലിംഗ മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം എനർജി പവറാണ്, പവർ സ്റ്റേഷൻസ് ആണ്, കാലത്തിന്റെ പ്രതീകം. ഭഗവാൻ ധരിച്ചിരിക്കുന്ന ചന്ദ്രകല ശിരസിലെ കാലത്തെ കാണിക്കുന്നു. എന്ന് പറഞ്ഞാല് കാലത്തിനും സ്പേസിനും അതീതമായിരിക്കുന്ന ആരോ, അത് ശിവൻ. അപ്പൊ കുണ്ടലിനി ശക്തി ഉണർന്ന് അതിനെ മെരുക്കി പാമ്പായിട്ടാണ് അദ്ദേഹം കഴുത്തിലിട്ടിരിക്കുന്നത്. അപ്പൊ കുണ്ടലിനി ശക്തി മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇപ്പൊ ഭഗവാൻ അങ്ങനെ ആദ്യം അന്തം ഉണ്ടോ? അദ്ദേഹം അതിനെ പാമ്പുകളെ, കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായിട്ട് പാമ്പിനെയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പശു എന്ന് പറഞ്ഞ ജീവൻ, പശുപതി എന്ന് പറഞ്ഞ ജീവലോകങ്ങളുടെ നാഥൻ. അതാണ് ശരിക്കും മനുഷ്യൻ എന്ന് പറഞ്ഞാല് ജനിച്ചവരെല്ലാം ജന്തുക്കളാണ്. അവിടെ വ്യത്യാസമൊന്നുമില്ല. ആഹാരം, നിദ്ര, അപ്പൊ ഭയം, മൈഥുനം, ഇതെല്ലാം എല്ലാ ജനിച്ച ജീവികൾക്കുണ്ട്. അത് തന്നെയാണ് മനുഷ്യനും. അപ്പൊ എപ്പോഴാണോ ധർമ്മചിന്ത, എപ്പോഴാണോ അവനൊരു മുമുക്ഷുത്വം ഉള്ളിൽ വരുന്നത്, അപ്പോഴാണ് അവന് ചിന്തിക്കാൻ കഴിവുണ്ടാകുന്നത്. ചിന്തിക്കാത്ത മനുഷ്യൻ എന്താ? വെറും പശുക്കൾക്ക് തുല്യല്ലേ? അപ്പൊ ചിന്തിക്കുന്ന മനുഷ്യൻ, അതാണ് മനുകുലം, മനുഷ്യകുലം എന്ന് പറയുന്നത്. അവന് ചിന്തിക്കാൻ പറ്റണം, ഞാൻ ആരെന്നുള്ള ഒരു ചിന്ത. അവന് അപ്പോഴാണ് മനുഷ്യൻ വ്യത്യസ്തനാവുന്നത്. ഈ പശുക്കളെ മേയ്ക്കുന്ന ആളാണ് പശുപതി. നമ്മളെ കൃഷ്ണനെ ഗോക്കളെ മേയ്ക്കുന്ന ആളാ കൃഷ്ണനാണെന്നൊക്കെ നമ്മൾ ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. ഈ ഇന്ദ്രിയങ്ങളെ മെരിക്കുന്നവൻ കൃഷ്ണനും ശിവനും എല്ലാം ഒരേ തലത്തിൽ തന്നെ. അപ്പൊ ഈ നമ്മള് ശരിക്കും പറഞ്ഞാല് മഹേശ്വരൻ, നമ്മളെ പശുക്കൾക്ക് എങ്ങനെയാണ് നമുക്ക് പാശബന്ധമാണ് ഉള്ളത് ഇല്ലേ? പശുക്കൾക്ക് അതിന്റെ കുട്ടികളോടുള്ള സ്നേഹം, അതിനെ കയറുകൊണ്ട് കെട്ടിയിടുന്നു. അപ്പൊ അതാണ് പശുക്കള്. അവർക്കറിയില്ല, കാരണം അവനെ അഴിച്ചു വിട്ടാലും അവർ അവിടെ തന്നെ നിൽക്കും. അതുപോലെ മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ പശുഭാവത്തിൽ നിന്ന് മാറണമെങ്കിൽ പശുക്കൾക്ക് മഹേശ്വരനാകാം. എന്താ? പാശബന്ധോ, ആ പാശത്തെ ബന്ധിച്ചിരിക്കുന്ന കയറുകൾ നമ്മൾ മുറിക്കണം. പാശമുക്തോ മഹേശ്വര. പാശബന്ധോ പശുർജ്ഞേയ പാശമുക്തോ മഹേശ്വര എന്നാണ്. എപ്പോഴാണോ നമ്മൾ ബന്ധങ്ങൾ കൊണ്ട്, അതാണ് ഉർവാരികമിവ ബന്ധനാത് മൃത്യു. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം മൃത്യുഞ്ജയ മന്ത്രങ്ങളൊക്കെ മൃത്യുവിനെ ജയിക്കാനല്ല, മരണം വരാതിരിക്കാനല്ല, ഈ പാശങ്ങളിൽ നിന്ന് നമ്മളെ മുറിച്ച് കളയാനാണ് ശരിക്കും മൃത്യുഞ്ജയ മന്ത്രം. അപ്പൊ എപ്പോഴാണോ നമ്മൾ പാശബന്ധത്തില് കുടുങ്ങിക്കിടക്കുന്നത്, അപ്പോഴും നമ്മൾ ആരാണ്? പശു എന്നറിയൂ.
അപ്പൊ ഈ പാശത്തിൽ നിന്ന് മുക്തിയാവുമ്പോ ആരായി നമ്മള്? മഹേശ്വരൻ. അപ്പൊ ജീവനും ശിവനും തമ്മിലുള്ള വ്യത്യാസമാണ്. പാശത്തിൽ കിടക്കുമ്പോ ആ ഒരു പശു, പാശം വിച്ഛേദിക്കുമ്പോ മഹേശ്വരൻ. അപ്പൊ മനുഷ്യൻ അഷ്ടപാശങ്ങളിലാണ് മുഴുകി കിടക്കുന്നത്, ഒന്നല്ല അഷ്ടപാശങ്ങള്. അപ്പൊ ഈ കുലം, ഈ പറഞ്ഞ രാഗ, എന്താ പറയാ, സംസാര രാഗ ക്രോധാദികളാകുന്ന പാശങ്ങള് നമുക്കറിയാം എന്തൊക്കെയാണ്, എപ്പോഴും കേട്ടിട്ടുണ്ട് അഷ്ടപാശങ്ങള്. ഇതിൽ നിന്നൊക്കെ എന്താ നമുക്ക് വേണ്ടത്? അതിൽ കുരുങ്ങിക്കിടക്കുന്ന പശുവായിട്ട് ജീവിക്കണോ, അതോ ഈ ശരീര കഞ്ചുകം, നമ്മൾ ശരിക്കും പറഞ്ഞ ശരീരമാകുന്ന കഞ്ചുകം ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ് പശുവായിട്ട് തോന്നുന്നത്. നമ്മുടെ ശരീരം നമ്മുടെ യഥാർത്ഥ ശിവത്വത്തെ മറച്ചു വച്ചിരിക്കുക. ശിവൻ അശരീരിയാണ്, ശിവന് ശരീരമില്ല. നമ്മൾ ശരീരത്തിൽ വരുമ്പോൾ ഈ ശിവൻ ആരായിട്ട് തീരുന്നു? ജീവനായിട്ട് തീരുക. അപ്പൊ ഈ ശിവനെ ശരീരം സ്വീകരിക്കുമ്പോൾ ജീവനെന്നും, അതിൽ നിന്ന് മുക്തനാകുമ്പോൾ നിഷ്കഞ്ചിത പരശിവൻ, കഞ്ചുകമില്ലാത്തവൻ, ശരീരമില്ലാത്തവൻ, അവൻ ആരായിട്ട് തീർന്നു? പരശിവൻ. ഇതാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം. ജീവാത്മാവ് കഞ്ചുകം ധരിച്ചിരിക്കുന്നു, ജീവനെ ഈ ശരീരം ധരിച്ചിരിക്കുന്നു. പരമാത്മാവിന് ശരീരമില്ല, പ്യുവർ എനർജി തലത്തിൽ മാത്രം. അപ്പൊ ഒന്ന് ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു, മറ്റത് ലോകത്ത് മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമാണ് ശിവൻ എന്ന് പറയാൻ കാരണം. എല്ലാ പൊരുളുകളിലും, എല്ലാ ആറ്റംസിലും, എല്ലാ കണികകളിലും, എല്ലാത്തിലും ഒരു പ്രകാശ തത്വമുണ്ട്. ആ പ്രകാശത്തെ നമ്മൾ ശിവൻ എന്നറിഞ്ഞാലും, അപ്പൊ ആത്മസ്വരൂപനാണ് ശിവൻ. ഓരോ പ്രാണിയുടെയും ജീവന്റെയും യഥാർത്ഥ സ്വരൂപം ആത്മസ്വരൂപമാണ് ശിവൻ. അതുകൊണ്ടാണ് നിർവാണ അഷ്ടകത്തില് അഹം നിർവികൽപ്പോ നിരാകാര രൂപോ എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം അവസാനത്തെ 4 വരി യഥാർത്ഥ ശിവന്റെ ലക്ഷണം. ആരാണ് ശിവൻ? അത് ഞാനാണെന്നാണ് ശങ്കര ആചാര്യസ്വാമികൾ പറയുന്നത്. എന്താ? അഹം നിർവികൽപ്പോ നിരാകാര രൂപോ വിഭുത്വാർച്ച സർവത്ര സർവേന്ദ്രിയാണാം നജാ സംഗതം നൈവ മുക്തിർനമേഹ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ഞാന് ശിവനാണ്, ഞാൻ ചിദാനന്ദ സ്വരൂപനാണ്, ചിത്താകുന്ന ആനന്ദത്തിൽ രമിക്കുന്നവനാണ്. എനിക്ക് വേറെ ഒന്നുമായിട്ട്, ഒരു ഇന്ദ്രിയങ്ങളുമായിട്ട് നജാ സംഗതം, മുക്തിയോ, എനിക്ക് മുക്തി ഇല്ലാത്തത്, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ ആരാണ്? ശുദ്ധബോധമാണ്. ഞാൻ അന്തർയാമിയായിരിക്കുന്ന ശിവചൈതന്യമാണ്. പക്ഷെ അതുകൊണ്ടാണ് അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യക് ജ്യോതി പരാത്പര ജ്യോതിർജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം. ഞാൻ ആരാണ്? ആത്മജ്യോതി. പുറത്ത് കാണുന്ന വെളിച്ചം, അകത്ത് കാണുന്ന വെളിച്ചം, ഇതിനെല്ലാം അപ്പുറത്തിരിക്കുന്ന പരാത്പരമായിരിക്കുന്ന ആ വെളിച്ചം, അതാരാണ്? ഈ ആത്മജ്യോതിയായിരിക്കണ ശിവോസ്മ്യഹം. ഞാൻ അഹം, ഞാൻ ശിവനാണ്. ആ ശിവതത്വമാണോ എന്നറിയൂ. അകത്തും പുറത്തുമുള്ളത് ഞാനാണെന്ന് തിരിച്ച്, അതാണ് ശാംഭവി. അകത്തും പുറത്തും ഇരിക്കുന്ന സത്യം ഒന്ന് തന്നെയാണ്. ഇതാണ് ശിവജ്ഞാനം, അല്ലെങ്കിൽ ശിവബോധം, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നത്, മോക്ഷപ്രാപ്തി. ഈ സത്യത്തെ അറിയുന്നത് മാത്രമാണ്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഈ ശിവനെ എവിടെ അറിയണം? സ്വന്തം ആത്മാവായിട്ട്, സ്വന്തം ശരീരത്തിനുള്ളില്, സ്വന്തം ഹൃദയ പത്മത്തില് ഈ ഭഗവാൻ ശിവനെ അറിയണം. ഇപ്പൊ കപാലി, ഭിക്ഷു, എന്നൊക്കെ അദ്ദേഹത്തെ പറയാറുണ്ട്. അദ്ദേഹം ഭിക്ഷ തേടി നടന്നു എന്നാണ്. അപ്പൊ ബ്രഹ്മാവ് കള്ളം പറഞ്ഞത് കൊണ്ട് ബ്രഹ്മവിദ്യ, ശരിക്കും ബ്രഹ്മവിദ്യക്ക് യോഗ്യനല്ലാതായി. അപ്പൊ ആ തലയെ നുള്ളിയെടുത്ത് കപാലമാക്കി ശിവൻ. അപ്പൊ ബ്രഹ്മാവ് ശപിച്ചു, നീ ഭിക്ഷുവായിട്ട് അലയട്ടെ എന്ന്. അപ്പൊ ഭർതൃഹരി തന്റെ സ്തോത്രത്തിൽ പറയണുണ്ട്, ഭഗവാനെ എന്റെ ശരീരമുള്ള ഒരു ഗുഹയില്, ഒരു കുഹരത്തില് താമസിക്കുന്നു. എവിടെയാ ഭഗവാൻ ഇരിക്കുന്നത്? എല്ലാ ശരീരങ്ങളിലും അവനകത്തുള്ള ഒരു ഗുഹയിലാണ് ഭഗവാൻ താമസിക്കുന്നത്. അപ്പൊ മനസ്സാകുന്ന കരണങ്ങള്, ഈ മോഹമാകുന്ന വനത്തില്, ആശകളാകുന്ന മരക്കൊമ്പ്, സുഖങ്ങളാകുന്ന പഴങ്ങളും കഴിച്ച് സുഖങ്ങളുടെ പുറകെ ചാടിക്കളിക്കുന്ന സ്വയമേ ഒരു മിനിറ്റ് പോലും ഇരിക്കാത്ത അവനാകട്ടെ മദ്യം കുടിച്ച് വാലിൽ തേൾകുത്തി പിശാശി പിടിച്ച മട്ടിലിരിക്കുന്ന മനസ്സ്. അപ്പൊ അങ്ങ് അതിന്റെ കഴുത്തില് ഭക്തിയാകുന്ന ചങ്ങല ബന്ധിച്ച് കപാലവുമായിട്ട് ഇറങ്ങുമ്പോൾ ഭിക്ഷയ്ക്ക് എന്നെ കൂടെ കൊണ്ടുപോണേ ഭർതൃഹരി പറയുക. കാരണം ഈ മനസ്സെന്താണ്? ഈ മോഹമാകുന്ന വനം. നമ്മുടെ മനസ്സാണ് ഈ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ എന്താ? ആശകൾ, എപ്പോഴും ആഗ്രഹങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന ആഗ്രഹങ്ങള്, ആ ഒരു മരക്കൊമ്പ്. അപ്പൊ സുഖങ്ങളാകുന്ന പഴങ്ങള്, ദുഃഖങ്ങൾ വരുമ്പോ പിന്നെയും ചിന്തിക്കും ഞാൻ ആരാന്ന്. സുഖങ്ങൾ വരുമ്പോഴോ അത് മാത്രം ചിന്തിച്ച് വീണ്ടും വീണ്ടും സുഖങ്ങളുടെ പിറകെ എന്റെ ജീവിതം ഏറ്റവും അധികം സുഖകരമാക്കണം എന്ന് മാത്രം. ദുഃഖങ്ങൾ വരാൻ പാടില്ല, സുഖം മാത്രം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ് പോലും എന്താ പറയാ റെസ്റ്റ് എടുക്കാതെ ചാടി ചാടി സുഖങ്ങളെ അന്വേഷിച്ചു പോകുന്ന
ആ ഒരു മനസ്സ്, ആ മനസ്സ് ഇപ്പോഴെന്തായി? മദ്യം കുടിച്ച് വാലിൽ തേൾകുത്തി പിശാചി പിടിച്ച പോലെ ഒരു കൊരങ്ങന്റെ മട്ടാണ് എന്റെ മനസ്സ്. അല്ലയോ ഭഗവാനെ, അങ്ങ് എന്ത് ചെയ്യണം? അങ്ങ് ഭിക്ഷയ്ക്ക് പോകുമ്പോ, അങ്ങ് കപാലിയായിട്ട് ഈ ഒരു ബ്രഹ്മാവിന്റെ തലയോട്ടി കയ്യിൽ ഒട്ടിപ്പിടിച്ച രീതിയിൽ അങ്ങ് ഭിക്ഷയ്ക്ക് ഇറങ്ങുമ്പോ എന്നെ അങ്ങ് ശിവഭക്തിയാകുന്ന ഒരു കയറ് കൊണ്ട് കെട്ടി അങ്ങയുടെ കയ്യിൽ പിടിച്ച് എന്നെ കൊണ്ടുപോകൂ. ഈ മനസ്സിനെ, ഈ കൊരങ്ങനെ അങ്ങയുടെ കയ്യിൽ തൊടുമ്പോ, അങ്ങയുടെ സ്പർശനമേക്കുമ്പോ ഈ പറഞ്ഞ വ്യാമോഹങ്ങളൊക്കെ എന്നിൽ നിന്ന് പോട്ടെ, ഈ പ്രപഞ്ച വ്യാമോഹത്തിലോട്ട് ഇനി ഞാൻ പ്രവേശിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും ഭയക്കണ്ട. കാരണം എന്താ? കപാലി എന്നുള്ള ഭാവം ഭൈരവന്റെയാണ്. ഭൈരവം എന്ന് പറഞ്ഞാൽ വളരെ ഉച്ചത്തിലുള്ള നാദത്തോടുകൂടി രക്ഷിക്കുന്നവനാണ് ഭൈരവൻ. ദേവിയെ സദാ ദേവിയുടെ ക്ഷേത്രപാലകനാണ് ഭൈരവൻ. ശിവൻ തന്റെ ശക്തിയിൽ നിന്ന് തന്നെ ദേവിക്ക് കാവലിനായിട്ട് ആക്കി കൊടുത്ത ആളിനാണ് ഭൈരവൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കപാലി ഭാവം എന്ന് പറയുന്ന ഭൈരവന്റെയാണ്. ഭിക്ഷുവാണ് കപാലി. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഭഗവാനെ, ഭൈരവനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതുകൊണ്ടാണ് ശ്രീചക്ര പൂജയിലെ വടുക ഭൈരവൻ ഉള്ളത്. വടുക ഭൈരവൻ പൊക്കം കുറഞ്ഞ ആളെന്നർത്ഥം. എപ്പോഴും ഭൈരവൻ ദേവിക്ക് തുണയായിട്ട്, ദേവിക്ക് കാവലായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ ദേവിയെ പൂജിക്കുന്ന എല്ലാവർക്കും ഭൈരവൻ എന്താ? എല്ലാ സംരക്ഷണങ്ങളും കൊടുക്കുന്ന ആളാണ്. അപ്പോ പിന്നെ ഭഗവാനെ നമ്മളിങ്ങനെ എന്താ പറയാ, കപാലിയായിട്ട് കാണും. ചിലപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? നല്ല ഭംഗിയുള്ള സുന്ദരനായിട്ട് ശിവ കുടുംബമായിട്ട് കാണാറുണ്ട്. പാർവതി, സുബ്രഹ്മണ്യൻ, ഗണപതി ഇവരൊക്കെ ആയിട്ടിരിക്കുന്ന ശിവ കുടുംബം. അപ്പൊ ഇതില് എത്ര രൂപമാണ് ഭഗവാൻ സ്വീകരിക്കണമെന്ന് നോക്കൂ. ഇതിൽ രുദ്രനായിട്ട്, സദാശിവനായിട്ട്, ഈശ്വരനായിട്ട് 3 ഭാവങ്ങള്. ദേവിയുടെ കട്ടിൽ കാലുകൾ തന്നെ സദാശിവനാകുന്ന പലക, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ, ഇത് 3 ശിവഭാവമാണ്. അതില് വിഷ്ണുവും ബ്രഹ്മാവും മാത്രമേ നമുക്ക് സെപ്പറേറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പരബ്രഹ്മമായി ശരിക്കും പറഞ്ഞ ഈ ശിവന് ധ്യാന ശ്ലോകങ്ങളൊന്നും ഇല്ല. കാരണം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരുടെയും ഉള്ളിലെ ആ രൂപമില്ലാത്ത അവസ്ഥയിലിരിക്കുന്ന ആ എനർജിയാണ് നമ്മൾ ശിവൻ എന്ന് പറയുന്നത്. ശരിക്കും ധ്യാന ശ്ലോകം നാമരൂപങ്ങൾ കൊടുക്കുമ്പോഴാണ് ശിവന് വരുന്നത്. പരബ്രഹ്മമായിരിക്കുന്ന സ്വരൂപം എന്ന് പറഞ്ഞാൽ ആനന്ദാണ്. അപ്പൊ രുദ്രനെയാണ് നമ്മൾ യജുർവേദത്തിൽ പറയുന്നത്. ഇതിൽ ശതരുദ്രിയം, അതായത് ഈ ഓം നമഃശിവായ മന്ത്രം ഈ ശതരുദ്രീയത്തിലെ 8ാമത്തെ ഇതിലാണ്, 8ാമത്തെ അധ്യായത്തിൽ വരുന്നു. അത് ശിവന്റെ ഒരു വിശിഷ്ട ധ്യാനമുണ്ട് അതില്. ശാന്തം പത്മാസനസ്ഥം ശശിധരമകുടം പഞ്ചവക്ത്രം ത്രിനേത്രം, ഇതാണ് ശിവന്റെ ധ്യാനം പറയുന്നത്. കാരണം ഓം നമഃശിവായ മന്ത്രം വരുന്നത് ഇതിന്റെ 8ാമത്തെ അനുവാകത്തിലാണ്. അപ്പൊ ശിവന് 5 മുഖങ്ങളുണ്ടെന്ന് പറയണു. എങ്ങനെയാണ് ഈ പഞ്ചവക്തനായി തീർന്നതെന്ന് ചോദിച്ചാല്, ബ്രഹ്മാവിന് 5 മുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് ശിവൻ നുള്ളിക്കളഞ്ഞുവെന്നും ശിവൻ 5 മുഖങ്ങള് 5 തത്വശാസ്ത്രങ്ങളാണെന്നും പറയണം. അപ്പൊ ബ്രഹ്മാവിന്റെ 4 തലകള്, 4 വേദങ്ങള്, ഋക്ക് കിഴക്ക് ഭാഗത്ത്, യജുസ് തെക്ക്, സാമം പടിഞ്ഞാറ്, അഥർവം വടക്ക്. അപ്പൊ ദിക്കുകള് ആപേക്ഷികമാണ് അല്ലെ? ദിക്കുകൾ നമ്മൾ മനുഷ്യൻ പറയുന്നതാണ്. ശരിക്കും ദിക്കുകളൊന്നും ഇല്ല. നാം നിലനിൽക്കുന്നത്, നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും വെച്ച് നമ്മൾ ദിക്കുകൾ പറയണം. അപ്പൊ ബ്രഹ്മാവിന്റെ 5ാമത്തെ മുഖം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു രഹസ്യ വിദ്യയാണ്. അതിനെയാണ് നമ്മൾ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. അതിനെയാണ് ശിവൻ എടുത്തത്. ആ ബ്രഹ്മവിദ്യയാണ് ദേവിക്ക് കൊടുക്കുന്നത്. പിന്നെ അപ്പൊ ബ്രഹ്മാവിന് ഒരു പുരോഹിത സ്ഥാനം, അതായത് മാത്രമേ ഉള്ളൂ. മന്ത്രജലം തളിക്കുക, ബ്രാഹ്മണനാണ് നമുക്കറിയാം മന്ത്രജലം തളിക്കുന്നത്. നമുക്കറിയാം ഈ അഷ്ടമാതൃക്കൾ വരുന്നുണ്ട് ഈ ശുംഭ നിശുംഭ വധത്തില്. അവിടെ ഈ പറഞ്ഞ ബ്രഹ്മാവിന്റെ ബ്രാഹ്മി എന്താ വരുന്നത്? കയ്യില് ഒരു ദർഭപ്പുല്ലിട്ട ജലവുമായിട്ടാണ് വരുന്നത്. ശുദ്ധീകരണ പ്രക്രിയ അതാണ് ബ്രഹ്മാവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ബ്രാഹ്മണന്മാരാണ് ഇത് ചെയ്യുന്നത്. ദർഭപ്പുല്ല് എന്ന് പറയുന്ന പവിത്രമാണ്. അപ്പൊ നമുക്ക് ഈ തിരുനാവായിലെ പിതൃതർപ്പണം ചെയ്യുന്ന പുരോഹിതന്മാരെല്ലാം ബ്രഹ്മാവിന്റെ പ്രതിരൂപമാണെന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഈ പിതൃതർപ്പണം ബ്രഹ്മാവിന്റെ സന്നിധിയിലാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ബ്രഹ്മാവ് അദ്വൈതത്തിൽ എത്താത്തത് കൊണ്ടാണ് കളവ് പറഞ്ഞത്. എന്തുകൊണ്ടാ ശിവന്റെ ആദിയും അന്തവും ഇല്ലാത്ത, ആദി അന്തമില്ലാത്ത പൊരുളിനെ ആദി ഉണ്ട് കണ്ടു എന്ന് കള്ളം പറഞ്ഞത് കാരണം അദ്ദേഹം എന്താ പറയാ, അദ്ദേഹത്തെ ഭജിക്കാൻ യോഗ്യതയില്ലാത്തവനായിട്ട് തീർന്നു. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? എല്ലാവരെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. അതുകൊണ്ട് പിതൃതർപ്പണം നമ്മള് എന്താ പറയാ, ഈ തിരുനാവായിലെ ബ്രഹ്മാവിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പിതൃതർപ്പണം ചെയ്യും. അപ്പോ ഈ കളവ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് പുരോഹിതന്മാര് കളവ് പറയാറുണ്ട്. എന്തിനാ? പൈസയ്ക്ക് വേണ്ടിയിട്ടില്ലേ? തർപ്പണം ഇത്ര രൂപ പറഞ്ഞു വാങ്ങിക്കുക. അവർക്ക് അവരുടെ ശരീരത്തിന്
എന്താ പറയാ, ആ ഒരു നശ്വരത അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ അവിടെ ഈ പുരോഹിതന്മാരിരുന്ന് പിതൃതർപ്പണത്തിനൊക്കെ പൈസ മേടിക്കുന്നത്. കാരണം ഈ ശരീരം വളരെ നശ്വരമാണ്. ഈ ശരീരം നശിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പണം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു അധമമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു തിരുനാവായിലൊക്കെ ബ്രാഹ്മണ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ കൊടുക്കാറില്ല. എന്ത് സാധനവും കയ്യിൽ മേടിക്കുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? നേരിട്ട് നമുക്ക് കിട്ടുക കർമ്മങ്ങളെല്ലാം. കയ്യിൽ കൊടുക്കാതിരിക്കുക, താഴെ വെക്കുക എന്ന് പറയുമ്പോൾ കർമ്മം ഭൂമി ഏറ്റെടുക്കുന്നതാണ്. ഭൂമി സർവം സഹയാണ്. മനുഷ്യർ ചെയ്യുന്ന പാപങ്ങളെല്ലാം ഭൂമി ഏറ്റെടുക്കും. അതേസമയം നമ്മൾ ഒരാളുടെ കയ്യിൽ ഒന്ന് കൊടുക്കുക, എന്താണോ സങ്കല്പിക്കുന്നത് ആ സങ്കല്പത്തിലൂടെ, ആ കൊടുക്കുന്ന സാധനത്തിലൂടെ അത് മറ്റേ ആൾക്ക് കൈമാറും. അതുകൊണ്ട് ശ്രീവിദ്യ ഉപാസകര് അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന എന്താ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ അല്ലാതെ വേറെ ഒന്നും ആരുടെയൊന്നും പോയി വാങ്ങിക്കരുത്. അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ അപ്പോ ഈ ശരീരത്തിന്റെ നശ്വരത മനസ്സിലാക്കുക. ശിവന്റെ 5 മുഖങ്ങൾ എന്ന് പറയുന്നത് എന്താ? പൂർവാംനായം സൂക്ഷ്മമാണ്, വേദങ്ങളുടെ സൂക്ഷ്മം, അതായത് തത്പുരുഷം കിഴക്ക്, പശ്ചിമാംനായം സദ്യോജാതം, വടക്ക് വാമദേവം, അഘോരം തെക്ക്, മധ്യം എന്ന് പറയുന്നത് ഈശാനം. ഈ മുഖമാണ് ബ്രഹ്മവിദ്യ പ്രദാനം കൊടുക്കുന്നത്. അതായത് അധോവക്ത്രം, അതായത് നീലകണ്ഠം, കാളകണ്ഠ സ്വരൂപം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തില് ദേവിക്ക് കൊടുത്തു എന്ന് പറയുന്ന ബ്രഹ്മവിദ്യ. ഇതാണ് കൗളമാർഗം, ഇതാണ് അമൃതവിദ്യ. വിഷത്തെ അമൃതമാക്കുന്ന വിദ്യ സാക്ഷാൽ ശ്രീവിദ്യ. അപ്പൊ ഈ ശ്രീവിദ്യാ സ്വരൂപിണിക്ക് ആരാ കൊടുത്തത് ഇത്? ഈ കൗളമാർഗം ദേവിയെ ആരാധിക്കാനുള്ള ആദ്യത്തെ ശ്രീവിദ്യ ഉപാസകൻ ഈ സാക്ഷാൽ ആനന്ദ ഭൈരവൻ, ഈ ശിവൻ തന്നെയാണ്. ദക്ഷിണാമൂർത്തി ആനന്ദ ഭൈരവനൊക്കെ ആയിട്ടിരുന്ന അദ്ദേഹമാണ് ശ്രീവിദ്യ മാർഗത്തെ ദേവിക്ക്. എങ്ങനെ ദേവിയെ ഉപാസിക്കണം? ദേവി തന്നെയാണ് ചോദിച്ചത്, എന്റെ മക്കൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ അവർക്ക് മോക്ഷം കൊടുക്കുക എന്ന് ഭഗവാനോട് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ഈ ബ്രഹ്മവിദ്യ ആരാണോ മനസ്സിലാക്കുന്നത് അവർക്ക് ഞാൻ മോക്ഷം കൊടുക്കുക. അതുകൊണ്ടാണ് കൗളമാർഗം രഹസ്യ ശാസ്ത്രം എന്ന് പറയാൻ കാരണം. അതിന്റെ ഉപജ്ഞാതാവ് പരമശിവനാണ്. ഇത് മോക്ഷശാസ്ത്രമാണ്. ഇനി നമുക്ക് പഞ്ചാക്ഷരി മന്ത്രം എന്താണെന്ന് നോക്കാം. പഞ്ചാക്ഷരി മന്ത്രം അതിന്റെ മഹത്വം, 5 അക്ഷരമുണ്ട്. ഈ ശരിക്കും പറഞ്ഞ നീലകണ്ഠ ത്രിയക്ഷരി മന്ത്രം വൈദ്യത്തിന് ഉപയോഗിക്കും. നമ്മൾ എന്ത് വിഷം കഴിച്ചാലും ഈ പറഞ്ഞ നീലകണ്ഠ മന്ത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ശക്തി പഞ്ചാക്ഷരി ഉണ്ട്, ശിവനും ദേവിയും ചേർന്നതാണ്. ശിവ പഞ്ചാക്ഷരി ആദ്യം, അതിൽ പ്രണവം, പിന്നെ 5 അക്ഷരങ്ങള്. അപ്പൊ വേദം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യമായിരിക്കുന്ന ബ്രഹ്മ സാക്ഷാത്കാരമാണ്. ലക്ഷ്യമാക്കുന്നത് എല്ലാം എന്താണ്? ഭൗതികമായിട്ടുള്ള ജീവിത വിജയം അല്ല. ഇതെന്താ? നമുക്ക് ആത്യന്തികമായിട്ടുള്ള ആത്മസാക്ഷാത്കാരമാണ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പൊ മന്ത്രജപത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം. അപ്പൊ ഈ പഞ്ചാക്ഷരി വേദത്തിൽ അന്തർഗതമാണ്. യജുർവേദത്തിലെ 4ാമത്തെ അനുഭാഗം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിൽ നമസോമായ എന്ന് തുടങ്ങുന്ന നമസോമായ എന്ന ഒരു അനുഭാഗത്തിലാണ് ഈ സോമായച പരായച എന്നതില് നമശിവായ എന്നുള്ള മന്ത്രം വരുന്നുണ്ട്. അപ്പൊ ഈ വേദപ്രതിഷ്ഠിതമായിരിക്കുന്ന മന്ത്രത്തില് ഓംകാരം ചേർത്ത് ജപിച്ചാലേ ഫലമുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജപിക്കണം? ഓം നമശിവായ. ഇത് ജപിക്കുമ്പോൾ ഷഡാധാരങ്ങളിൽ ഇതിന്റെ സ്പന്ദനം ഉണ്ടാകണം. ഓം നമശിവായ ജപിക്കുമ്പോൾ പ്രണവത്തിൽ നിന്ന് തുടങ്ങി മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, അങ്ങനെ പോണം അതിന്റെ സ്പന്ദനം. അപ്പൊ ഈ പ്രാണസ്പന്ദനം അനുഭവപ്പെട്ടാലേ ശരിക്കും നമ്മള് മനുഷ്യൻ സദാശിവകല എവിടെയാ? വിശുദ്ധി ചക്രത്തില്. ആ വിശുദ്ധി ചക്രത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഈ ശരീര കഞ്ചിതമായിരിക്കുന്ന ജീവോ ശിവ എന്ന് പറഞ്ഞില്ലേ, അതിനെ നിഷ്കഞ്ചിതനാക്കണം. ഈ ശരീരബോധത്തിൽ നിന്ന് നമ്മള് മുകളിലോട്ട് വരണം. അപ്പൊ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തില് നമ്മുടെ ഓരോ ആധാരങ്ങളും എന്താ? പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു, ഭൂമി, ജലം. അപ്പൊ ഈ നമശിവായ മന്ത്രം ജപിക്കുമ്പോൾ ഈ ശരീരബോധത്തിൽ നിന്ന് നമ്മൾ എവിടെ വരണം? ഈ കഞ്ചുകം എന്ന് പറയുന്നത് ഈ ശരീരം. അപ്പൊ ഇതിനകത്തിരിക്കുന്ന കഞ്ചുകത്തെ നമ്മൾ മറക്കണം. ശരീരബോധത്തിൽ നിന്ന് നമ്മുടെ വിശുദ്ധി ചക്രത്തിൽ എത്തുമ്പോൾ നമ്മൾ ആത്മാവിനെ മാത്രം അറിയണം. അതാണ് ശരീരം വസ്ത്രം ഉപേക്ഷിക്കുന്ന പോലെ. അത് ശരിക്കും പറഞ്ഞാൽ പരമശിവനാണ് വസ്ത്രം ഉപേക്ഷിച്ചവൻ. അദ്ദേഹത്തിന് ദിക്കാണ് വസ്ത്രം, അമ്പരമില്ല അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നഗ്നനായിട്ടാണ് നടക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? അദ്ദേഹത്തിനെ ഉടുപ്പിക്കാൻ തക്കിയ വസ്ത്രം ഈ ലോകത്തില്ല. പ്രപഞ്ചമേ അദ്ദേഹത്തിന്റെ വസ്ത്രമാണ്. അപ്പോ നമുക്ക് ഈ പറഞ്ഞ പഞ്ചാക്ഷരം ജപിച്ചാൽ മാത്രമേ നമുക്ക് അഷ്ടപാശങ്ങളെ അതിക്രമിക്കാൻ പറ്റൂ, ഈ ശിവതത്വത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. അതുകൊണ്ടാണ് എളുപ്പമായുള്ള വഴിയെ ചെല്ലുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഈ 6 പടികള്, മൂലാധാരം മുതലുള്ള പടികള് നമ്മൾ കടന്നു പോണം.
അവിടെ നമുക്ക് ശിവനെ കാണാൻ പറ്റൂ. ഈ കഞ്ചുകം, ഈ ശരീരമാകുന്ന കഞ്ചുകത്തെ മാറ്റി അമ്മയുടെ മായയാകുന്ന തിരസ്കരണി അമ്മയും മാറ്റിയാലേ ഈ ശിവതത്വത്തെ, ഈ ജീവബോധത്തെ നമുക്ക് അറിയാൻ പറ്റൂ. ശുദ്ധമായിരിക്കുന്ന ആ ഒരു ശുദ്ധബോധമാണ് ശിവൻ. ആ ഒരു മാഘമാസത്തില്, അതാണ് ശുദ്ധമാസം, ത്രയോദശി, ചതുർദശി, അമാവാസി ഇത് ചേർന്ന് വരുന്ന കൃഷ്ണപക്ഷ രാത്രിയാണ് നമ്മൾ ശിവരാത്രി എന്ന് പറയുന്നത്. അതാണ് നാളെ. വളരെ ശരിക്കും പറഞ്ഞ ഈ മാഘമാസത്തിനൊരു പ്രത്യേകതയുണ്ട്. വളരെ ശുദ്ധമായിരിക്കുന്ന ഈ എല്ലാ ജീവനുകളും നമുക്ക് ഈ പറയുന്ന ഉത്തരായന കാലത്തില്, ദക്ഷിണായന കാലത്തില് നമ്മള് നാമസങ്കീർത്തനവും ചാതുർമാസ്യ വ്രതങ്ങളൊക്കെ നോക്കി ശുദ്ധമായ മനസ്സോടുകൂടി എന്ത് കാത്തിരിക്കുന്നു? നമ്മള് ഉത്തരായന കാലം, ഉത്തരായനം, സൂര്യൻ, ആ ഏറ്റവും സൂര്യമണ്ഡലം ഏറ്റവും പ്രഭാവമായിട്ടിരിക്കുന്ന ജീവനുകൾക്കെല്ലാം മുക്തി കൊടുക്കുന്ന 6 മാസമാണ് ജനുവരി മുതൽ ജൂൺ വരെ. അപ്പൊ ഈ വളരെ ശുദ്ധമായിരിക്കുന്ന മാസമാണിത്. ഇപ്പൊ ത്രയോദശി, ചതുർദശി, അമാവാസി ഇത് മൂന്നും ചേർന്ന് വരണം, എന്നാലേ ശിവരാത്രി ആവുള്ളൂ. അപ്പൊ ഈ എന്താണ് ഇതിന്റെ പ്രാധാന്യം? കൃഷ്ണപക്ഷ രാത്രി, അതിനെയാണ് നമ്മൾ ശിവരാത്രി എന്ന് പറയുന്നത്. കൃഷ്ണപക്ഷത്തിലെ മഹാരാത്രിയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം. അപ്പൊ മംഗളകരമായിട്ടുള്ള എന്തോ അത് ഇരുട്ടിനെ, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. അപ്പൊ ഈ ശിവരാത്രിയില് ശിവതത്വത്തെ നമ്മൾ അറിഞ്ഞാല് ഇതുവരെ ഒരു ജീവനെ എന്താ പറയാ, ആ ഒരു ശിവഭാവത്തിൽ എത്തിക്കാതെ തൻ്റെ ഉള്ളിലിരിക്കുന്ന മംഗള സ്വരൂപത്തെ അറിയാതെ എന്തൊക്കെയാണ് നമ്മളെ മാറ്റിയിരുന്നത്? 3 ആവരണങ്ങള് ഇല്ലേ? ഈ ആവരണങ്ങള്, ആ ഒരു 3 ഗ്രന്ഥികള്, ഈ മലത്രയങ്ങള്, ആണവ, മായിക, കാർമിക മലങ്ങള്, അങ്ങനെ അജ്ഞാനവും അവിദ്യയും കൊണ്ട് ജീവിതം രാത്രി പോലെ, ഇരുട്ട് പോലെ, നമ്മൾ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം സൂര്യനെ കൊണ്ട് പ്രകാശിക്കുന്നെങ്കിലും സത്യത്തെ അറിയാതെ ഓരോ ജീവനും ഈ ശരീരമാണോ എന്ന് പറഞ്ഞ് ജീവിച്ചു പോന്നു. ഈ അതേസമയം അതികൂരിട്ടുള്ള രാത്രി, അതാണ് ശിവരാത്രി. ഏറ്റവും ഒരു ചന്ദ്രന്റെ കണിക പോലും ഇല്ലാത്താണ് കൃഷ്ണപക്ഷ ശിവരാത്രി. ആ രാത്രിയിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ സത്യത്തെ തിരിച്ചറിയുന്നു? ഈ മംഗളകരമായിട്ടുള്ള വസ്തുവിനെ, ഈ ശിവബോധത്തെ, ഈ തത്വ പഠിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശിവരാത്രിക്ക് ചുമ്മാ ശിവലിംഗാർച്ചന ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഈ തത്വത്തെ അറിയണം. അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശിവബോധം, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ശിവനാണ്, എൻ്റെ അമ്മയാണ്, അമ്മയും ശിവനും ചേർന്ന ആ മഹാവൈഭവമാണ് എൻ്റെ ഉള്ളിൽ എന്നുള്ള ഇരുട്ട്, കട്ടിപിടിച്ച ഇരുട്ടിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല അല്ലെ? വഴി അറിയില്ല, എങ്ങോട്ട് പോകണം. പശുക്കളെ പോലെ കെട്ടിയിട്ടടുത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങുക. മരണസമയം അടുക്കുമ്പോ യമദൂതന്മാര് വന്ന് നിൽക്കുമ്പോ എവിടെ പോവും? ആ ചങ്ങല, ആ പാശം കൊണ്ട് കെട്ടി വലിച്ച് പോത്തിന്റെ പുറത്ത്, അജ്ഞാനമാകുന്ന പോത്തിന്റെ പുറത്ത് കൊണ്ടുപോകുന്ന യമഭടന്മാരെ കണ്ട് മരണസമയത്ത് കട്ടിലിൽ കിടന്ന് ദുഃഖിക്കാനേ പറ്റൂ. പക്ഷെ ഈ ശിവബോധം ഉണ്ടെങ്കിൽ ഈ ഏത് കൂരിരുട്ടുള്ള രാത്രിയിലും, അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ശിവരാത്രി, കൃഷ്ണപക്ഷ ശിവരാത്രി, അത്രയ്ക്ക് അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ ഈ ഒരു ശിവബോധമാകുന്ന പ്രകാശം, എൻ്റെ ആത്മപ്രകാശം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ ഇരുട്ടായിരുന്നാൽ എന്താ? പ്രപഞ്ചം മുഴുവൻ ഇരുട്ടായിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, പകലായിക്കോട്ടെ, മരണം, ശരീരം ജീവൻ ശരീരത്തെ വിടുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത് വെറും ഒരു കഞ്ചുകം, ഒരു തുണിക്കഷ്ണം. അതിനെ കളഞ്ഞിട്ട് അടുത്ത ശരീരത്തെ സ്വീകരിക്കാൻ യാത്രയാവുകയാണ് ദേഹി. അപ്പൊ ഈ പ്രകാശത്തിലൂടെയാണ് യാത്രയെങ്കിൽ ഏറ്റവും കൂടുതൽ ഊർധ്വമായിട്ടുള്ള ജന്മങ്ങള്, ഊർധ്വമായിട്ടുള്ള ലോകങ്ങളിലേക്ക് ജീവന് ചെല്ലാൻ പറ്റും. അപ്പൊ ഈ രാത്രി എന്ന് പറയുന്നത് ഇരുട്ടല്ല, അവിടെ അജ്ഞാനമാണ്, അവിദ്യയാണ്. അപ്പൊ ശിവം എന്ന് പറയുന്ന ആ മംഗളകരമായിട്ടുള്ള അതിനെ, ഈ ഇരുട്ടിനെ, അതായത് അജ്ഞാനത്തെ ഇല്ലാതാക്കണം. അജ്ഞാനം, ആവരണം, ഇത് രണ്ടും മനുഷ്യ ജന്മത്തിന്റെ 2 പ്രധാന തടസ്സങ്ങളാണ്. ഈ സ്വസ്വരൂപത്തെ നമ്മൾ അനുസന്ധാനം ചെയ്യണം. ആ സ്വസ്വരൂപ ദർശനം കൊണ്ട് മാത്രമേ നമുക്ക് മുക്തി കിട്ടുള്ളൂ, അല്ലാതെ ബാഹ്യത്തിൽ ഒന്നും കിട്ടില്ല അത്. അപ്പൊ ഇതിനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അഹംബോധത്തെ, ആ അഹംബോധത്തിലൂടെ മഹത്തത്വത്തിൽ നമ്മൾ എത്തിക്കുന്ന രാത്രിയാണ് ശിവരാത്രി. അപ്പൊ ദേവിക്ക് 9 രാത്രികളുണ്ട്, ശിവൻ ഒരു രാത്രിയേ ഉള്ളൂ. ദേവിക്ക് എന്താ 9 രാത്രികള്, ശിവനോ ഒറ്റ രാത്രി. അപ്പൊ ഇതിനെയാണ് നമ്മളെ മഹാശിവരാത്രി എന്ന് പറയുന്നത്. പഞ്ചപാപങ്ങള്, നമ്മൾ ചെയ്തിട്ടുള്ള ബ്രഹ്മഹത്യ പാപം ഉൾപ്പെടെയുള്ള പഞ്ചപാപങ്ങൾ, എത്രയോ ജന്മങ്ങള് എന്തെല്ലാം പാപങ്ങൾ ചെയ്തുകൊണ്ടാണ് വീണ്ടും പ്രാരാബ്ധമായിരിക്കുന്ന മനുഷ്യ ശരീരത്തിൽ ഈ ദേഹി എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ പാപം ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. ദുഃഖങ്ങളെല്ലാം പാപത്തിന്റെ ഫലമാണ്. നമുക്ക് ഓരോ മനുഷ്യ ജന്മവും സുഖം മാത്രമല്ല, എന്തൊക്കെ ഉണ്ടെങ്കിലും, പണമുണ്ട്, ആർഭാടമുണ്ട്, ബന്ധുബലമുണ്ടെങ്കിലും ദുഃഖങ്ങള്, എത്രയോ പേര് ഈ വലിയ സുഖത്തിന്റെ നടുവില് ജീവത്യാഗം ചെയ്യണു. എന്തുകൊണ്ടാ? ദുഃഖം എവിടെയാണ്? മനസ്സിന്. ഈ മനസ്സ് എന്തുകൊണ്ട് ദുഃഖം വരുന്നു? ആ സുഖമുള്ള വസ്തുവിനെ അറിയാത്തത് കൊണ്ട് അല്ലെ?
ഈ സുഖവസ്തുവിനെ അറിഞ്ഞാൽ ദുഃഖം എവിടെ? ആ ദുഃഖത്തെ നമ്മൾ ഇല്ലാതാക്കണം. സുഖവസ്തുവിൽ മനസ്സിനെ വയ്ക്കണം. സദാ സുഖവസ്തുക്കളെ കുറിച്ച് ചിന്തിക്കണം. ഈ മഹാശിവരാത്രി നമുക്ക് ഈ പഞ്ചപാപങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി തരികയാണ്. ഇപ്പൊ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നവരെ നിന്ദിക്കുക, സുരപാനം ചെയ്യുക, മാംസഭക്ഷണം ചെയ്യുക, സ്വർണം, അതായത് സ്വർണത്തെ, തങ്കത്തെ മോഷ്ടിക്കുക, ഗുരുതുല്യരായിട്ടുള്ള സ്ത്രീകളെ അപമാനിക്കുക, ഇതെല്ലാം ചെയ്യുന്നതിനെയാണ് നമ്മള് എന്താ പറയുക, പഞ്ചപാപങ്ങൾ എന്ന് പറയുന്നത്. ഗുരുനിന്ദ ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള പഞ്ചപാപങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഈ മഹാശിവരാത്രിയാണ്. ഭഗവാനോട് സർവസംഘ പരിത്യാഗിയായിരിക്കുന്ന ശിവനെ പ്രാർത്ഥിക്കുമ്പോൾ ശിവന്റെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവണ്ടേ. അദ്ദേഹത്തിന് പ്രപഞ്ചബോധമില്ല, പ്രപഞ്ചത്തോട് സംഘമില്ല. അദ്ദേഹം എന്താ, നിസ്സംഗനായിട്ട് സദാ തപസ്. നമുക്ക് കാണിച്ചു തരുന്ന എന്താ, നിന്റെ ആത്മശക്തിയെ നീ അറിയൂ. സദാ തപസ്സിലിരിക്കുന്ന ശിവൻ. അദ്ദേഹത്തിന്റെ ആ രുദ്രാക്ഷമാലയും ശിവലിംഗവും അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ത്രിശൂലവും എല്ലാം തന്നെ ആ ത്രിപുടിയെ മുടിക്കാനാ പറയുന്നത്. അദ്ദേഹം നമുക്ക് ലോകത്തിന് കാണിച്ചു തരുന്നു, എന്നെ പോലെ ഇരിക്കൂ. ഈ ശിവനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് മുക്തി കിട്ടുള്ളൂ. അപ്പൊ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെയുള്ള 4 യാമങ്ങളിലായിട്ടാണ് നമ്മൾ ശിവപൂജ ചെയ്യുന്നത്. അഭിഷേകം, ജപം ഇതെല്ലാം നമ്മൾ ചെയ്യണം. അതായത് ആ ഒരു ശിവലിംഗോദ്ഭവം, അതായത് ശിവരാത്രി, ശിവലിംഗമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട തിരുവണ്ണാമലയില് ഈ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി. അപ്പൊ ഭഗവാൻ അല്ലാതെ പറയുന്നത് എന്താ, ഭഗവാൻ ഹലാഹല വിഷം കഴിച്ച് ബോധം, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ അന്ധകാരമായി എന്നും ഹലാഹല വിഷം അദ്ദേഹം കഴിച്ചുവെന്നും അദ്ദേഹം ബോധം കെട്ട് കിടന്നു. ദേവന്മാരും പാർവതി ദേവിയും, അതായത് താരാദേവിയായിട്ട് വന്ന് അദ്ദേഹത്തിന് പാല് കൊടുത്തുവെന്നും അദ്ദേഹത്തിന്റെ വിഷം ഇറക്കിയ ഒരുപാട് കഥകളുണ്ട് ഇതിനകത്ത്. അവർ ഉറക്കം എഴിഞ്ഞിരുന്ന്, നമ്മൾ വിഷം തീണ്ടിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ശരീരം മുഴുവൻ വ്യാപിക്കും. നമുക്ക് തമസാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ പാടില്ല? ജാഗരണമാണ് ഇതിന്റെ പ്രധാനം എന്ന് പറയാൻ കാരണം. നമ്മൾ എപ്പോഴും ഉണരണം. എന്താ, ഈ നമ്മൾ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നതിനല്ല ഉറക്കം എന്ന് പറയുന്നത്, നമ്മുടെ ആത്മാവിന്റെ ഉറക്കം. എന്താണോ അറിയേണ്ടത് അതിനെ അറിയണം, അതിലേക്ക് ഉണരണം. അതാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്നത്. ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ യഥാർത്ഥ സ്വരൂപത്തെ അറിയണം. അപ്പൊ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ വിഷം, ഈ പ്രപഞ്ചമാകുന്ന വിഷലിപ്തമായിരിക്കുന്ന ഈ പ്രപഞ്ചമാണ് സത്യം. ആ വിഷങ്ങളെല്ലാം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ശരീരം മുഴുവനും വ്യാപിച്ച് നാളെ ഈ ശരീരം പോകുമ്പോൾ ആത്മാവിന് ഒരു ഊർധ്വഗതിയും കിട്ടില്ല. അപ്പൊ ഈ വിഷം, അതുകൊണ്ടാണ് രാത്രി ഉറങ്ങാതെ ശിവനെ ആരാധിക്കൂ. ഈ ശിവത്വത്തെ അറിയൂ. ഈ സത്യം അറിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ സത്യത്തെ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ അന്ധകാരത്തില് യഥാർത്ഥ സത്യത്തെ അറിയൂ, ഈ വെളിച്ചം നീ മനസ്സിലാക്കൂ എന്ന് പറയണത്. അപ്പൊ പിന്നെ വേറൊന്ന് പറയുന്നുണ്ട്, പാർവതി ദേവി കണ്ണുപൊത്തിയ ദിവസം, അതായത് അദ്ദേഹത്തിന്റെ ശിവന്റെ കണ്ണുപൊത്തിയെന്നും അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടായി പോയി എന്നും, അതായത് ജ്ഞാനത്തെ മറച്ചു എന്നർത്ഥം. പാർവതി ദേവി കണ്ണുപൊത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ശിവന്റെ 2 കണ്ണുകള്, 3ാമത്തെ തൃക്കണ്ണ്, അതാണ് ജ്ഞാനനേത്രം. കണ്ണുപൊത്തിയപ്പോ എന്ത് പറ്റി? ഈ പ്രപഞ്ചത്തിൽ നിന്ന് ജ്ഞാനം അപ്രത്യക്ഷമായി. എല്ലാ മനുഷ്യരും ഈ ഒരു വെറും മൃഗങ്ങൾക്ക് തുല്യമായിട്ട് തീർന്നു. അപ്പൊ വെളിച്ചം, അതായത് ജ്ഞാനം മാറ്റി വെളിച്ചം തന്ന ദിവസമാണ് ശിവരാത്രി. അങ്ങനെ ഒരു അർത്ഥം പറയുന്നുണ്ട്. ഇപ്പൊ ശിവൻ എന്ന് പറഞ്ഞ നമ്മുടെ ആദി ഗുരുവാണ്. ഗുരു പരമ്പര ആരംഭിക്കുന്നത് തന്നെ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദ്, എന്റെ ഉടനെയുള്ള ആചാര്യൻ, അതാണ് അസ്മദ് ആചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര. അപ്പൊ നമ്മുടെ എല്ലാ ഗുരുപരമ്പരയും വന്ദിക്കുമ്പോ ആരാ? ആദിഗുരു ശിവൻ തന്നെയാ. അപ്പൊ ദുഃഖം, അജ്ഞാനം എല്ലാം മാറണമെങ്കിൽ നമ്മള് ഈ പറഞ്ഞ ഭൗമക്ഷേത്രങ്ങളിലെ ശിവനെ അർത്ഥപ്രദക്ഷിണം വെക്കണം എന്നൊക്കെ പറയാറുണ്ട്. ശരീരത്തിലെ ശരിക്കും ഒരു മാഗ്നറ്റിക് പവർ ഉണരുന്നതാണ് ഈ അർത്ഥപ്രദക്ഷിണം. അതായത് ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ പൂവ് മുറിച്ച് കടക്കാൻ പാടില്ല എന്ന് പറയും. അതായത് ശിവജ്ഞാന ഗംഗയാണ്. ശിവന്റെ ജടാമകുടത്തിലിരിക്കുന്ന ഗംഗ ജ്ഞാനപ്രവാഹമായിട്ട് ഒഴുകുന്ന സ്ഥലം. അത് പൂർണ്ണമായിരിക്കുന്ന യോഗിക്ക് മാത്രമേ അത് കടന്നു പോകാനുള്ള അർഹത. അതായത് ശരീരത്തെയും മനസ്സിനെയും സന്യാസിമാർക്ക് പോകാം, അവർക്ക് അർത്ഥപ്രദക്ഷിണത്തിന്റെ ആവശ്യമില്ല, അവർക്ക് മുഴുവൻ പ്രദക്ഷിണം ചെയ്യാം. കാരണം എന്താ? അവർക്ക് ശിവബോധം മാത്രമേ ഉള്ളൂ, അവർക്ക് ശരീരബോധം ഇല്ല. അപ്പൊ നമ്മുടെ ഉള്ളില് ശരീരത്തിൽ ഒരു മാഗ്നറ്റിക് പവർ ഉണരും. അപ്പൊ ആ ഒരു കോസ്മിക് എനർജി നമ്മുടെ ഉള്ളില് അഗ്നി തത്വവുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഓരോ ശരീരത്തിലും ഈ താപത്രയങ്ങൾ ഇല്ലാതാകുന്നത്. അപ്പൊ മാറ്റർ ആകുന്ന പഞ്ചഭൂതങ്ങള്, ആ വസ്തുവിനെ കൊണ്ട് ഉണ്ടാകുന്ന ഈ ശരീരം, അതില് എന്താ പറയാ, അഷ്ടമൂർത്തിയായിരിക്കുന്ന ശിവൻ. അഷ്ടമൂർത്തി നമ്മൾ കണ്ടു, പഞ്ചഭൂതങ്ങളും സൂര്യനും ചന്ദ്രനും ഞാനെന്ന ബോധവും. ആ അഷ്ടമൂർത്തിയായിരിക്കുന്ന ശിവൻ ശരീരത്തിലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി,
അത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ആ ഒരു ശരീരത്തിനകത്തെ ശബ്ദം ഓങ്കാരം. ഇപ്പൊ ശിവരാത്രി ദിവസം നട്ടെല്ല് നിവർത്തി കുണ്ടലിനി ശക്തിയെ നമ്മൾ ഓരോ ആധാരത്തിലെയും എന്താ പറയാ ആ ഒരു ആധാര ചക്രങ്ങളിലൂടെ അത് മുകളിലോട്ട് പോകണം. ആ ഒരു അനുയോജ്യമായിട്ട് ഏറ്റവും കൂടുതൽ ആ ഒരു കോസ്മിക് പവർ നമ്മുടെ കുണ്ടലിനിയെ ഉണർത്താൻ ശിവരാത്രി ദിവസമാണ് ഭൂമിയിൽ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു എന്താ പറയാ പ്രത്യേക ദിവസത്തിൽ നമ്മൾ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുണ്ടലിനി ഉത്ഥാപനം ഉണ്ടാകും. ഹലാഹല വിഷം അദ്ദേഹം ശിവൻ കഴിച്ച ഹലാഹല വിഷത്തിന്റെ ചൂട് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എരിപിരി കൊള്ളുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ശിവലിംഗത്തിലെ തൈര്, പാല്, ഇളനീര്, മന്ത്ര, തീർത്ഥം, ചന്ദനം ഒക്കെ ഇങ്ങനെ അഭിഷേകം ചെയ്ത് അദ്ദേഹത്തെ തണുപ്പിക്കുന്നത്. അദ്ദേഹത്തിനെ തണുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ ശിവലിംഗത്തിലെ അഭിഷേകം? നമ്മുടെ ശരീരത്തില് നമ്മുടെ ഈ കുണ്ടലിനി എനർജി ഉയരുമ്പോൾ എന്താണോ ബാഹ്യമായിട്ട് ചെയ്യുന്നത് എല്ലാം നമുക്ക് ആന്തരികമായിട്ട് നമുക്കാണ് അതിന്റെ ഫലം കിട്ടുന്നത്. അപ്പൊ ഭൂമിക്ക് ആ ഒരു എന്താ പറയാ ഒരു സെന്റർ പോയിന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ചിദംബരം എന്ന് പറയുന്നത്. അവിടെ ഈ എല്ലാം സ്വർണത്താൽ ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥ ശിവപൂജ എന്താണെന്ന് യോഗ വാസിഷ്ഠത്തിൽ ശിവൻ തന്നെ വസിഷ്ഠന് കാനനത്തിൽ വെച്ച് ദർശനം കൊടുക്കുന്നുണ്ട്. നമ്മൾ രാമായണം വായിക്കുകയാണെങ്കിൽ അതിൽ 32,000 ശ്ലോകമുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ അടങ്ങിയ ഒരു സംഹിതയാണ് യോഗ വാസിഷ്ഠം. അപ്പൊ ഇതില് വസിഷ്ഠന് ശിവൻ കൊടുക്കുന്ന ഒരു ഉപദേശം. അപ്പൊ ആരാണ് എന്താണ് ദേവത? എന്താണ് ദേവത ആരാധന? വസിഷ്ഠൻ ചോദിക്കുകയാണ് ശിവനോട്. വസിഷ്ഠൻ ഒരു ദിവസം കാനനത്തിൽ തപസ് ചെയ്തുവെന്നും ശിവനെ പ്രത്യക്ഷപ്പെടുത്താനായിട്ട്, അതായത് എന്താണ് ശരിക്കുള്ള ആരാധന, എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വസിഷ്ഠൻ തപസ് ചെയ്തത്. അപ്പോ ശിവൻ അപ്പൊ പെട്ടെന്ന് വൈകിട്ട് സന്ധ്യ മയങ്ങുന്ന നേരത്ത് പൂർണ്ണമായിരിക്കുന്ന ഒരു കാടെന്ന് പറയുമ്പോൾ പച്ച നിറത്തിലുള്ള അതില് ആ ഒരു പച്ച നിറത്തിലുള്ള കാട്ടിലൂടെ ഒരു അന്തിക്കതിർ പോലെ ഒരു തിളങ്ങുന്ന സൂര്യ വിഗ്രഹം പോലെ ദിഗംബരനായിട്ട് ഈ പറയുന്ന ദിഗംബരനായിട്ടിരിക്കുന്ന ശിവൻ നടന്നു വന്നുവെന്നും വസിഷ്ഠന് ദർശനം കൊടുത്തുവെന്നും വസിഷ്ഠൻ ശിവനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ആരെയാണ് ഞാൻ ആരാധിക്കേണ്ടത്? ഈ ദേവത ആരാണ്? ഈ ദേവതാ ഭജന എന്തിനാണ് വെച്ചിരിക്കുന്നത്? 30 ദേവകള്, അതിൽ അങ്ങുണ്ട്, ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്. ഇവരെ പൂജിക്കുന്നതാണോ ദേവത? ഇവരാണോ നമ്മൾ ദേവന്മാര്? നമ്മളെ ഈ ദേവതയെ പൂജിച്ചാലാണോ മോക്ഷം കിട്ടുന്നത്? അപ്പൊ ഭഗവാൻ പറയണു, യഥാർത്ഥ ഉപദേശം വസിഷ്ഠൻ അവിടെ വെച്ച് ശിവൻ കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവരൊന്നും ദേവന്മാരല്ല. അവര് എന്താ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും വേണ്ടി ഉണ്ടായതാണ്. യഥാർത്ഥ ദേവത ആരാണ്? ദേവനം ദേവ ഉച്യതോ, അതായത് ഉള്ളിലിരുന്ന് ഈ ആരാണോ പ്രകാശിക്കുന്നത്, സ്വയം പ്രകാശമായിരിക്കുന്ന ഒരു ചിത്തുണ്ട് നിന്റെ ഉള്ളില്, അതാണ് ദേവൻ. അല്ലാതെ പുറത്ത് കാണപ്പെടുന്നതൊന്നും ദേവനല്ല. നീ ഏത് ദേവനെയാ പൂജിക്കേണ്ടത്? ഈ ഒരു സ്വയം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ദേവൻ. അഹമിതി ആത്മാ, നമ്മുടെ ഉള്ളിലെ ഞാൻ എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ദേവനെയാണ് നിന്റെ ജീവിതം കൊണ്ട് നീ ആരാധിക്കൂ. അല്ലാതെ പുറത്തുനിന്നുള്ള വസ്തുക്കൾ കൊണ്ടല്ല ആരാധിക്കേണ്ടത്. ഇതാണ് യഥാർത്ഥ ശിവതത്വം എന്നറിയൂ. ജീവിതത്തിൽ വരുന്ന സുഖദുഃഖങ്ങള്, ആദിവ്യാധികള്, നല്ലത് ചീത്ത, എന്താ പറയാ തൻ ഉപദ്രവങ്ങൾ കൊണ്ട്, തന്റെ ഉപദ്രവങ്ങള്, ദുഃഖങ്ങൾ എല്ലാം കൊണ്ട് ആരാധിക്കണം. ആ ജീവിതം കൊണ്ടാണ് നമ്മൾ പൂജിക്കേണ്ടത് ശിവന്. വിഷമങ്ങൾ കൊണ്ട് ആരാധിക്കണം. അപ്പോ ആരാണ് ഭഗവാൻ? യദൃച്ഛയാ ലാഭസന്തുഷ്ട. എന്നെ എന്തൊക്കെ അനുഭവങ്ങൾ വരുന്നോ അത് ദേവന് പൂജിക്കൂ. അത് പുഷ്പങ്ങളായിട്ട് തീരട്ടെ. നിന്റെ ദുഃഖങ്ങള്, നിന്റെ സുഖങ്ങള്, നിന്റെ അർഘ്യങ്ങള്, പാദ്യം, നൈവേദ്യമായിട്ട് തീരട്ടെ. ഇതൊക്കെ തന്നെയാണ്. അവിടെ ഒരു സമാധി ഭംഗമില്ലാത്ത ആളാണ് ശിവൻ. കാരണം അവിടെ എപ്പോഴും കാറ്റിലാടാത്ത, കാറ്റില് അണഞ്ഞു പോകാത്ത വിളക്കായിട്ട് നിന്റെ ഉള്ളില് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സത്യം, ആ ബോധമാണ് ശിവൻ എന്നറിയൂ. അല്ലാതെ 33 ദേവകളെ ആരാധിച്ചാലും നിനക്കൊരിക്കലും നിന്റെ ആത്മതത്വത്തെ അറിയാൻ പറ്റില്ല. ഇതാണ് യോഗ വാസിഷ്ഠത്തിലെ മൂലമായിരിക്കുന്ന രഹസ്യം രാമന് വസിഷ്ഠൻ ഉപദേശിച്ചു കൊടുക്കുന്നത് രാവണ യുദ്ധത്തില്. അപ്പൊ പറഞ്ഞു, ഞാൻ എന്തിനാണ് ഈ രാവണനെയൊക്കെ കൊല്ലുന്നത്? എനിക്ക് എന്താണെന്ന് പറഞ്ഞ് രാമന് തന്നെ ഒരു എന്താ പറയാ ഒരു മടുപ്പ് വന്നപ്പോ പറഞ്ഞു, നീ കൊല്ലുന്നത് ശരീരത്തെയാണ്, അല്ലാതെ ആത്മാവിനെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല. കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന പോലെ ഈ രഹസ്യം വസിഷ്ഠൻ രാമന് കൊടുത്തു എന്നാണ്. അപ്പൊ എന്താ വേണ്ടത്? ഇത് ശരിക്കും പറഞ്ഞ ഈ രഹസ്യ ആരാധന, അതായത് ഇത് നമ്മൾ അറിയണം. കാരണം എന്താ? ഈ രഹസ്യ ആരാധന തന്നെയാണ് ശ്രീവിദ്യ ഉപാസന. ഇത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആത്മാവിനെ ഉപാസിക്കൂ. ഈ രഹസ്യ ആരാധന ശിവൻ നേരിട്ട് വസിഷ്ഠന് കൊടുക്കുക. ഈ പൂജ, തീർത്ഥയാത്ര എല്ലാം തന്നെ എന്താ?
ഈ ഉള്ളിലിരിക്കുന്ന അന്തർയാമിയെ അറിയാനാണ്. അല്ലാതെ തീർത്ഥ സ്ഥലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ അല്ല ശിവൻ ഇരിക്കുന്നത്, അവനവന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോ ഈ അന്തർയാമിയെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? സത്സംഗം ചെയ്യണം. സത്തുക്കളുമായിട്ട് ആ ഒരു മുമുക്ഷുത്വം വേണം. സത്തുക്കളുമായിട്ട് നമുക്ക് ബന്ധം വേണം. അവരുമായിട്ട് ഇടപെടണം. അവരിൽ നിന്ന് പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിൽ വന്ന് നമ്മുടെ അഷ്ടപാശങ്ങളെ ഇല്ലാതാക്കണം, ബന്ധങ്ങളെ മുറിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ശിവതത്വത്തെ അറിയില്ലെങ്കിലും ശരീരം പോകുമ്പോ ഈ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ആത്മാവിനെ നമ്മൾ സ്നേഹിക്കൂ. അപ്പൊ ഈ ശിവൻ അതാണോ എന്ന് അറിഞ്ഞാൽ മതി. ഈ ഒരൊറ്റ അറിവ്, അപ്പൊ ഈ ഒരൊറ്റ അറിവ് കൊണ്ട് എന്താ? സർവ്വ വികാരങ്ങള്, സർവ്വ കർമ്മങ്ങള് എല്ലാം നമുക്ക് ആത്മാവായിരിക്കുന്ന ഈ ശിവൻ അർപ്പിക്കാൻ പറ്റും. സർവ്വ ക്ലേശ നിവർത്തി. ക്ലേശം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ക്ലേശം എന്ന് പറഞ്ഞാൽ ദ്വൈതം, രണ്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ദുഃഖം. ജീവിതത്തില് എന്താ ഇങ്ങനെ വരാൻ എന്താ എനിക്ക് കാരണം? നമ്മൾ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നതേ വരാവൂ, വേറൊരാൾക്ക് ഇന്നത് വന്നു, ഇങ്ങനെയുള്ള നിയമങ്ങള്. ഇതെന്താ? എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത് ശിവതത്വമാണെന്ന് അറിഞ്ഞാല് നമുക്ക് എന്താണ് അവിടെ നേടാൻ? ഈ ക്ലേശങ്ങളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് വരാൻ പാടില്ല. 32 വയസ്സിൽ മരിക്കാൻ പാടില്ല, 40 വയസ്സിൽ മരിച്ചുകൂടാ, 70 വയസ്സിൽ മരിച്ചുകൂടാ. ഇതൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന നിബന്ധന. ഇത് ആരാ നിശ്ചയിക്കുന്നത്? യഥാർത്ഥത്തില് എല്ലാം ആ ഒരു ഭഗവാന് വിട്ടുകൊടുത്തു കഴിഞ്ഞാല് ക്ലേശമില്ല. ഈ ഡ്യുവാലിറ്റി നമുക്ക് നമ്മളല്ലാതെ വെളിയിൽ എന്തോ ഉണ്ട്, രണ്ടാണെന്നുള്ള തോന്നൽ, ഈ അദ്വൈതം ഉള്ളിൽ വരാത്തതുകൊണ്ടാണ്, എല്ലാവരുടെയും ഉള്ളിലെ ശിവനെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ക്ലേശം. അതുകൊണ്ടാണ് ഒന്നായ നിന്നേഹ രണ്ട്, ഈ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ, ഒരു ദുഃഖം. ഈ ദുഃഖം എന്താ? വേറെ, ഞാൻ വേറെ, നീ വേറെ. ഈ ഒരു ദുഃഖം നമുക്ക്, ഈ ദ്വൈതം, അതാണ് നമ്മുടെ ആ ഒരു ജീവിതത്തില്. ആ ജീവിതത്തിന് ഇങ്ങനെ വരാൻ പാടുള്ളൂ. നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പാസ്റ്റ് എന്താണ് നമുക്കറിയില്ല, ഫ്യൂച്ചറും അറിയില്ല. ഈ പ്രസന്റില് കുറച്ച് സമയം ഇവിടെ ജീവിക്കണം നമ്മള്. അപ്പം പാസ്റ്റും ഫ്യൂച്ചറും അറിയാവുന്ന ഈശ്വരന് നമ്മുടെ എല്ലാം അറിയാമെങ്കില് ഒരു തുടർക്കഥയിൽ ആദ്യവും അവസാനവും അദ്ദേഹത്തിന് അറിയാം. പിന്നെ എന്തിനാണ് ഈ മധ്യഭാഗത്ത് നമ്മൾ ഈ ബലം പിടിക്കുന്നത്? അദ്ദേഹത്തിന് വിട്ടുകൊടുത്തൂടെ? ഈ സത്യത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല്, ശാന്തമായിട്ട് ഇത് സ്വീകരിച്ചാല്, ഈ അകക്കണ്ണുകൊണ്ട് തന്റെ ആത്മലിംഗത്തെ പൂജിച്ചാല്, ഈ ആത്മസമർപ്പണം ചെയ്താല്, ഈ ജലാഭിഷേകം നമ്മുടെ ചിന്തകളാകുന്ന ആ അഭിഷേകം കൊണ്ട് ഭഗവാനെ പൂജിച്ചാല്, ശിവൻ തപസ് ചെയ്യുന്ന ഒരു സ്ഥലം എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഹൃദയ ഹിമാലയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിരഹി ഗംഗ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സതീദഹനം കഴിഞ്ഞിട്ട് ആ ഒരു യോഗ സമാധിയില് സതി തന്റെ ശരീരം എന്താ പറയുക എരിച്ചതിന് ശേഷം ശിവൻ പോയി ഭയങ്കരമായിട്ട് എന്താ ദുഃഖത്തോടു കൂടി ഒരു ശാംഭവി മുദ്രയിൽ അവിടെ ഇരുന്ന് ഭയങ്കര ഉഗ്ര തപസ് ചെയ്യുമ്പോഴാണ് വീണ്ടും പർവ്വതരാജന്റെ പുത്രി പാർവതിയായിട്ട് ദേവി വരുന്നതും, ആ ജനിച്ച ഉടനെ തന്നെ, ജനിച്ച് 6 വയസ്സായപ്പോ തന്നെ പരമേശ്വരനെ പ്രാപിക്കാൻ അപർണയായിട്ട് തപസ് ചെയ്തു. അങ്ങനെ ശിവനെ ശുശ്രൂഷിച്ച്, അതായത് കാമദേവൻ, അതായത് ശിവനെ ഇളക്കാൻ വേണ്ടി കാമദേവനെ അയക്കുകയും ശിവന്റെ അഗ്നിനേത്രം കൊണ്ട് ശലഭം പോലെ കാമദേവൻ എരിഞ്ഞു പോകുന്നു. പിന്നെ ഗംഗാതീരത്ത് എന്താ പറയാ ശിവൻ അവിടെ നിന്ന് അപ്രത്യക്ഷപ്പെടുകയും ചെയ്യാണ്. അപ്പൊ വീണ്ടും അതാണ് വിരഹി ഗംഗ. അവിടെ പാർവതി ദേവി കരഞ്ഞുകൊണ്ട് എല്ലാ ജീവജാലങ്ങളോടും, മാനിനോടും മയിലിനോടും പുഷ്പങ്ങളോടും ഒക്കെ എൻ്റെ ഈശ്വരനെ കണ്ടോ, എല്ലായിടത്തും എല്ലാത്തിൻ്റെയും ആത്മാവായിട്ടിരിക്കുന്ന ആ ഒരു ശിവനെ, ഈ പാർവതി ദേവി ആദിപരാശക്തിയായിരിക്കുന്ന ഭഗവതി ഈ പറഞ്ഞ രാമൻ സീതയെ അന്വേഷിച്ച് നടന്ന പോലെ വിരഹം കൊണ്ട്, ദുഃഖം കൊണ്ട് എൻ്റെ ഭഗവാൻ എവിടെ മറഞ്ഞുപോയി, എവിടെയാണ് മറഞ്ഞതെന്ന് അറിയാതെ നടക്കുന്ന സ്ഥലം, അവിടെയാണ് ശരിക്കും വിരഹി ഗംഗ എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു സ്ഥലം കൊണ്ട്, അത് ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ എന്താ, എല്ലാ ദുഃഖങ്ങളും മാറ്റി ശിവൻ പ്രത്യക്ഷപ്പെട്ട് വീണ്ടും ദേവിയെ പരീക്ഷിക്കുന്നു, പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യണു. അപ്പൊ ഈ ഗംഗാതീരം, അതായത് ഗംഗ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജ്ഞാനമാണ്, അറിവാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനില്ല, പ്രപഞ്ചമില്ല. അപ്പൊ ഒന്നിനെ തന്നെ നമ്മള് എന്താ പറയാ ഈ ആത്മാവായിട്ടും പുറത്തും അകത്തും എല്ലാം കാണണം. അപ്പൊ പിന്നെ നമുക്ക് ദുഃഖമോ മാത്സര്യമോ ഒന്നുമില്ല. ഈ അന്യനെന്ന് ചിന്തിക്കുമ്പോഴാണ് രാഗദ്വേഷം ഉണ്ടാകുന്നത്. ഞാൻ വേറെ, മറ്റുള്ളവര് വേറെ. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് ജലസിയായി, അസൂയായി, എന്റേത് നിന്റേത് എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പൊ ഈ കോപം, കാമം, മാത്സര്യം എല്ലാം എന്താ ഈ ഒരു ഡ്യുവാലിറ്റി കൊണ്ട്, ഈ ദ്വന്ദ്വം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നത്. ഇത് നമുക്ക് ശാന്തി വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ശിവജ്ഞാനം, യഥാർത്ഥമായിരിക്കണ ശിവബോധം, അതായത് വിക്ഷിപ്തമായിരിക്കണം. നമ്മുടെ മനസ്സിപ്പോ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുക. കാരണം എന്താ? പല പല ചിന്തകള്. നാളെ എന്താവും, നാളെ എന്ത് ചെയ്യണം, ഇന്ന് രാത്രി എന്തൊക്കെ ചെയ്യണം, നാളെ എന്തൊക്കെ കാര്യങ്ങൾ, ഇങ്ങനെ മനസ്സ് ഭാവി എന്തൊക്കെയാണ്,
ഭാവിയിൽ എനിക്ക് ഇനി എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോ ഈ ഞാൻ ഉണ്ട്. ഈ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഈ ഞാൻ ആരാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന ഭാവിയിലേക്കുള്ള പ്ലാൻ ഒന്നും പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഞാൻ ഈ ശരീരത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചൈതന്യമാണ്. അതിനറിയാം നമ്മുടെ ജീവിതം ഏത് ഗതിയാണ്, എങ്ങനെ കൊണ്ടുപോകണം, ഈ പ്രപഞ്ചത്തിൽ എത്ര കാലം നിൽക്കും, എന്തൊക്കെ ചെയ്യണം, എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഒരു കാണുന്നതെല്ലാം ഒരു ഇന്ദ്രജാലമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സച്ചിദാനന്ദമാണ് എൻ്റെ അസ്തിത്വം. അതായത് ഞാനുണ്ട്. ഏത് കൂരിരുട്ടിലിരുന്നാലും നമ്മള് രാത്രി ഒരു മുറിയിൽ തനിച്ചിരുന്ന് നോക്കൂ, ഇരുട്ട് പിടിച്ച് എല്ലാ ലൈറ്റും അടച്ചിട്ട് തനിച്ചിരിക്കുക. അപ്പൊ നമുക്ക് മുറിയിലെ ഒന്നിനെയും കാണാൻ പറ്റുന്നില്ല, ഒരു വസ്തുക്കൾ കാണാൻ പറ്റുന്നില്ല. അപ്പൊ പക്ഷെ നമുക്ക് എന്ത് അനുഭവമുണ്ട്? ഞാനുണ്ട്. ആ ഒരു അനുഭവം ഇല്ലേ? അതേസമയം ഒരു ബ്രെയിൻ ഡെത്ത് വന്ന ആളിന് അതുപോലും ഇല്ല. നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഞാൻ ഇരിപ്പുണ്ട്, ഈ കസേരയിൽ ഞാനുണ്ട്. ആ അനുഭവം, ഇതിനെയാണ് നമ്മൾ ശിവാനുഭവം. നമ്മുടെ ഉള്ളിൽ ആരോ ഉണ്ട്, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ പറയാനും കേൾക്കാനേ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശിവത്തിനെ, ശിവം, ശിവകരം, ശാന്തം, ശിവാത്മാനം, ശിവോത്തമം, ശിവമാർഗ പ്രണേതാരം, പ്രണതോസ്മി സദാശിവം. നമ്മള് ഈ സദാശിവനെ, അതായത് ഈ ഒരു കാളരാത്രി, മഹാരാത്രി, മോഹരാത്രിസ്ഥ ദാരുണ എന്ന് പറയും പോലെ, കാളരാത്രി എന്ന് പറയുമ്പോൾ കൽപ്പപ്രളയമാണ്. ഈ കൽപ്പപ്രളയത്തിൽ എന്താ ആ ഒരു ഈ ശിവരാത്രിയെ നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞ ഒരു പല ട്രഡീഷനിലെ പലതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ശിവരാത്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു ബ്രാഹ്മണർക്കുള്ള ഉത്സവം, വൈശ്യർക്കുള്ള ഉത്സവം, ശൂദ്രർക്കുള്ള ഉത്സവം എന്നൊക്കെ നമുക്ക് പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ശിവരാത്രിയെ നമ്മൾ ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ട്, അതായത് ഏറ്റവും മംഗളകരമായിട്ടിരിക്കുന്ന, നവരാത്രി ക്ഷത്രിയ ഉത്സവമാണെന്ന് പറയും. അപ്പൊ പിന്നെ എന്താ, അങ്ങനെ ഓരോന്നിനും ഓരോത് കൊടുത്തു. പക്ഷെ ഈ ശിവരാത്രി മാത്രമാണ് നമുക്ക് നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കി എന്താ പറയാ ആത്മതത്വത്തെ കാണിച്ചു തരുന്ന മാഘമാസ കൃഷ്ണ ചതുർത്ഥി. അതാണ് ഈ ശിവരാത്രി. അപ്പൊ ഈ നമ്മുടെ ശിവരാത്രിക്ക് പിന്നിൽ നമ്മൾ കണ്ടു ഈ ശിവലിംഗം, അഗ്നിലിംഗം, സമുദ്രമഥനം, ശിവൻ പാർവതിയെ എന്താ പറയാ വിവാഹം കഴിച്ച ദിവസമാണെന്ന് പറയുന്നുണ്ട്. ത്രിപുരനെ ദഹിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. ത്രിപുരാന്തകൻ, നമുക്കറിയാം 3 പുരങ്ങളിൽ സഞ്ചരിക്കുന്ന അസുരൻ. നമ്മളും അതെ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളില് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആസുരിക ഭാവങ്ങളെ ഈ 3, അതായത് വെള്ളി, സ്വർണം, ഇരുമ്പ്, 3 എന്താ പറയാ വിമാനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ത്രിപുരൻ എല്ലാം ഒരുമിച്ച്, ഈ വിമാനങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഒറ്റ അമ്പ് കൊണ്ട് ഈ ശിവൻ ഇല്ലാതാക്കി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് യോഗശാസ്ത്രപരമായിട്ട് നമ്മുടെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥ പൂർണ്ണമായിട്ടുള്ള സുഷുപ്തിയിൽ മാത്രമാണ് ഇതെല്ലാം ഒരേ വരിയിൽ നിൽക്കുന്നത്. അപ്പോ ഈ ഓംകാരമാകുന്ന പ്രണവം, ആ പ്രണവത്തെ ഈ ബ്രഹ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ അയക്കുന്ന ഒറ്റ അമ്പ് യഥാർത്ഥത്തിലുള്ള അജ്ഞാനങ്ങളെ, ഈ അജ്ഞാനമാകുന്ന അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ചു എന്നർത്ഥം. അപ്പൊ ഇതില് നമ്മൾ പ്രധാനം എന്താണ് ശിവരാത്രിക്ക്? നമ്മള് ആ ഒരു സത്യം, അഹിംസ, ബ്രഹ്മചര്യം, ദാനം, ദയ, അനസൂയ, ഈ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ശിവനെ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോ ഈ കാര്യം, അതായത് ജാഗരണം, നമ്മൾ ഉറങ്ങാൻ പാടില്ല. എന്താ ഉറങ്ങാൻ പാടില്ല? മനസ്സുകൊണ്ട്, കണ്ണുകൊണ്ട് ഉറങ്ങരുതെന്നല്ല, ബാഹ്യം ഉറക്കമല്ല, നമ്മുടെ ജാഗരണം. അതുകൊണ്ടാണ് നമഃശിവായ ജപിക്കൂ. ഈ 4 യാമങ്ങളില് നമ്മൾ ഉണർന്നിരിക്കുക. 4 യാമങ്ങള് നമ്മുടെ ശരീരത്തിന്റെ 4 ഭാവങ്ങള്, 4 തരത്തിലുള്ള യാത്ര, ജീവന്റെ 4 തരത്തിലുള്ള യാത്രയെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഈ നമഃശിവായ കൊണ്ട് എന്താ, ഈ ശരീരബോധത്തെ നമ്മൾ അതിക്രമിക്കണം.